എനിക്കൊപ്പം കടന്നു വന്ന എൻ്റെ വാത്സല്യ സഹോദരൻ പ്രിയ ബിനോയ്, ഞാൻ ഈ ചർച്ചിൽ കടന്നു വരാൻ കാരണം ദൈവമാണെങ്കിലും മാനുഷികമായി ഞാൻ സ്വന്തം സഹോദര തുല്യം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ. ഒന്ന് പ്രിയ ശശിചായൻ, അതുപോലെ തന്നെ സുധീർ ബ്രദറെ. അവരുമൊക്കെയായി നാളുകളായി ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിലുള്ള ബന്ധം ദൈവം തൻ്റെ സ്നേഹത്താൽ നൽകിയിട്ടുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഈ ചർച്ചിനെക്കുറിച്ച് ഞാൻ അവരിൽ കൂടെ കേൾക്കുകയും കർത്തൃദാസനെയും നിങ്ങളെയും ഓർത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഈ രണ്ട് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള സഭയും ദൈവദാസനെയും ഓർക്കാറുണ്ട്. മാത്രമല്ല, കർത്തൃദാസൻ്റെ ചില സന്ദേശങ്ങൾ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നാണ് കർത്തൃദാസനുമായി ഒന്നിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ലഭിച്ച അവസരം. അതൊരു ഭാഗ്യമായി കണക്കിടുന്നു. ദൈവത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാനൊരു കൺവെൻഷന് പ്രസംഗിക്കാനായി ആണ് കൊല്ലിയോടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് പോന്നാൽ ഇവിടെ സമയത്തെത്തില്ല. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ സഹോദരൻ ബിനോയുടെ വീട്ടിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ ഇവിടെ ആരാധനയ്ക്ക് വരാൻ ദൈവത്താൽ അവസരമൊരുങ്ങി. കർത്തൃദാസൻ പറഞ്ഞ പോലെ ഇതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മുന്നമേ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മുടെ മധ്യയുണ്ട്. മലാഖി എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവഭക്തനിൽ കൂടെ അദ്ദേഹം ഇസ്രായേലിന് കൈമാറുന്നൊരു വാക്കുണ്ട്. ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഒരാഴമേറിയ പദം, യഹോവയായ ഞാൻ മാറാത്തവൻ. ഈ കഴിഞ്ഞ ചില മാസങ്ങളായി, ഏതാണ്ട് 6ഓളം മാസങ്ങളായി ഈ വാക്യം എന്നെ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യമല്ല, നിയോഗമുള്ളതുകൊണ്ട് പറയും. ഒരു ദിവസം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, മലാഖിയുടെ പുസ്തകം ധ്യാനിക്കാൻ പറഞ്ഞു. ഞാൻ 1-ാം അധ്യായം മുതൽ വായിച്ച് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ വലിയ സ്പർശനമുള്ള വാക്യം. മുൻപ് നിരവധി പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ഒരു പ്രത്യേക ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ധ്യാനിക്കാൻ പറയുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തോടെ ആഴമായി സ്പർശിക്കും. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ആ നിയോഗപ്രകാരമുള്ള ധ്യാനത്തിൽ സ്പർശിച്ചൊരു വാക്കാണ് യഹോവയായ ഞാൻ മാറാത്തവൻ. ഇത് ഇസ്രായേൽ ജനത്തോടാണ് ദൈവം പറയുന്നത്. തൊട്ട് താഴത്തെ വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, മുടിഞ്ഞു പോകാനുള്ള സകല കയ്യിലിരിപ്പും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ മുടിഞ്ഞു പോകേണ്ട സ്ഥലത്തും മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിങ്ങൾ അപകടത്തിൽ കൂടെ പോകുമ്പോഴും ഞാൻ മാറാത്തവനായി വാക്ക് തന്ന് കൂടെയുള്ളതുകൊണ്ട്. ഈ ഒരു വാക്ക് പുതിയ നിയമസഭയോടുണ്ട്. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു എന്ന്
മർക്കോസ് സുവിശേഷവും കൂടെ മത്തായിയോട് ചേർത്ത് പറയുകയാണെങ്കിൽ, സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ നാളും കൂടെയുണ്ട്. മത്തായിയിലാണത് പറയുന്നത്. പക്ഷേ പഴയ നിയമം എഴുതി അവസാനിക്കുന്ന മലാഖിയിൽ പറയുക, ഞാൻ മാറാത്തവനാണ്. ഈ മലാഖി പുസ്തകം എഴുതുമ്പോൾ മലാഖിയെക്കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് പറയാൻ പോയാൽ നമുക്ക് ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കണം. മലാഖി ഒരു മനുഷ്യനാണെന്നല്ല ഭൂരിപക്ഷം ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ മലാഖിയെ ഒരു മനുഷ്യനായി കാണുന്നത്. ഒരു പുരോഹിതൻ എന്ന പ്രയോഗം മലാഖി പ്രവചനത്തിലുണ്ട്. അത്തരത്തിലൊരു ചില പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് മലാഖി ഒരു മനുഷ്യനാണെന്ന് ഒരു കൂട്ടർ അംഗീകരിക്കുന്നത്. എന്നാൽ സസൂക്ഷ്മം പഠിക്കുമ്പോൾ ഗബ്രിയേൽ, മിഖായേൽ, മലാഖിയേൽ എന്ന് പറയുന്ന ഒരു ദൂതനാണെന്ന്. മലാഖിയേൽ, ആ ഏൽ എന്നുള്ള പദം കട്ട് ചെയ്തിട്ടാണ് മലാഖി എന്നുള്ള പ്രയോഗം. നമ്മൾ മറ്റ് ദൂതന്മാരുടെ പേര് മുറിച്ചിടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞിൻ്റെ പേര് ഗബ്രി എന്നിട്ട് ഗബ്രിയേൽ എന്നുള്ള ദൂതൻ്റെ പേര് ഏൽ കട്ട് ചെയ്തിട്ടിട്ടു. അങ്ങനെ ഒരു നാമകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും ചെയ്യുന്നത്. വേദപുസ്തകം സസൂക്ഷ്മം പഠിക്കുമ്പോൾ അതിനൊരു തിരിച്ചറിവും കൂടെ നൽകുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളിനി മലാഖി ദൂതനാണെങ്കിലും മനുഷ്യനാണെങ്കിലും നമുക്കൊന്നുമില്ല. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ദൂതാണ് നമുക്ക് പ്രാധാന്യം. ഇനി അത് തല പുകഞ്ഞിരിക്കണ്ട. സ്തോത്രം. അത് തല പുകഞ്ഞിട്ട് ഇനിയിപ്പം ദൂതനാണോ ഈ പുള്ളി എന്നെ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് വചനം ഗ്രഹിക്കാതെ പോകരുത്. ഞാൻ ഒരറിവിന് വേണ്ടി സംസാരിച്ചെന്നേ ഉള്ളൂ. അതിന് ദൂതനാണെങ്കിലും മനുഷ്യനാണെങ്കിലും നമുക്ക് അവരല്ല, വ്യക്തിയല്ല വിഷയം, ദൈവത്തിൻ്റെ ആലോചനയാണ് വിഷയം. ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനി അതൊന്നും കൂടെ മലാഖി പുസ്തകം ഒന്ന് വായിക്കാൻ തോന്നും. സ്തോത്രം. ഈ അന്ത്യസമയത്ത് ഈ ന്യായപ്രമാണ ശുശ്രൂഷകളുടെ എണ്ടാണ് മലാഖിയുടെ രംഗപ്രവേശനം. കൃപായുഗത്തിൻ്റെ തൊട്ടു മുൻപ് ഒരു 400 വർഷമുണ്ട്. ആ 400 വർഷത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് ലാസ്റ്റ് പ്രവചിക്കുന്ന ഒരു ദൂതനാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിൽ ആർക്കും മലാഖി എന്ന പേര് ഇതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. വേദപുസ്തകത്തിലും വേറൊരാൾക്കും അത്തരം പേര് ഇട്ടിട്ടില്ല എന്ന് വ്യക്തമായി ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കും. ഈ ഒരൊറ്റയാൾക്ക് മാത്രമേ മലാഖി എന്ന പേര് വേദപുസ്തകത്തിലുള്ളൂ. ഇസ്രായേൽ ചരിത്ര പുസ്തകത്തിലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്. എന്നാൽ പുസ്തകം എഴുതുമ്പോഴും പഴയ നിയമത്തിൻ്റെ എണ്ട് മലാഖിയിലാണ്. മലാഖിയുടെ പ്രവചനങ്ങൾ വ്യത്യസ്തമാണ്. ഏറെ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെയാണ് താൻ കൂടുതൽ എയിം ചെയ്യും. ഒന്ന്, ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന യോഹന്നാനെക്കുറിച്ച് താൻ പറയുന്നുണ്ട്. 2, ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രസംഗിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ള ഒന്ന് തൊടാൻ മലാഖി പുസ്തകം 1:1 വായിച്ച് 1:1. അതാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. പ്രവാചകൻ മലാഖി. അപ്പം പ്രവാചകൻ മനുഷ്യനല്ലേ എന്നൊരു ചോദ്യം അവിടെ തന്നെ വരികയാണ്. അതങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പുസ്തകം പഠിക്കാൻ ആവേശം ഉണ്ടാകട്ടെ. അതിനി പ്രവാചകനാണോ മനുഷ്യനാണോ ദൂതനാണോ എന്ന് പറഞ്ഞിരിക്കരുത്. താഴോട്ടുള്ള വാക്യം ശ്രദ്ധിക്കുക, വായിക്കാം.
ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. എന്താണ് അരുളപ്പാട്? നമുക്കതൊന്നും വലിയ അരുളപ്പാടായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഹൃദയം ധ്യാനത്തിങ്കൽ പിടിച്ചു കുലുക്കിയ അടുത്തൊരു ഭാഗമാണ്, 1-ാം ഭാഗമാണ്. യഹോവയുടെ അരുളപ്പാടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഈ പട്ടണത്തെ ഞാൻ ന്യായം വിധിക്കാൻ പോവുക, ഈ കുടുംബത്തെ ഞാൻ തൊടാൻ പോവുക, രാജാവിനെതിരെ ന്യായവിധി നടക്കാൻ പോവുക, പാപം ചെയ്ത ജനത്തെ ശിക്ഷ വിധിക്കാൻ പോവുക എന്നൊക്കെ അരുളപ്പാടുകൾ പറഞ്ഞിങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ മലാഖിയുടെ തുടക്കത്തിൽ പറയും, യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊരു അരുളപ്പാടായി അംഗീകരിക്കാൻ എത്ര പേർക്ക് കഴിയും? ദൈവം നമ്മെ സ്നേഹിക്കും. ഇനി ഞാൻ പറഞ്ഞ വാക്യത്തോട് കണക്ട് ചെയ്യാം. നമ്മളിൽ വഴിതെറ്റലുണ്ടായിട്ടും മാറാത്തവനായി നിന്നത് ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. ആമേൻ. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ വിശുദ്ധിയുടെ ആഴം കൊണ്ടോ അല്ല, മാറാത്തവനെന്ന വാക്കിൽ അവൻ്റെ അരുളപ്പാടെന്ന സ്നേഹം, അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ സ്നേഹം മാക്സിമം നമ്മെ മടക്കിക്കൊണ്ടുവരാൻ, മുടിച്ചു കളയാതെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ഇനി നമ്മൾ സ്വയം മടങ്ങി വരുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നരകത്തിലേക്ക് പോകും. ദൈവത്തിന് ഒരാളെപ്പോലും നരകത്തിൽ വിടണമെന്ന് താല്പര്യം ഇല്ല. നരകം മനുഷ്യർക്കുണ്ടാക്കിയതല്ല. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. നരകം ഒരിക്കലും മനുഷ്യർക്കൊരുക്കിയതല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി മാത്രം ഒരുക്കിയതാണ്. പിന്നെ എങ്ങനെ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നു? നമ്മുടെ അനുസരണക്കേടിൻ്റെ ഫലമായി മാത്രമാണ് നമുക്ക് ഒരുക്കാത്ത സ്ഥലത്ത് പോയി കിടക്കേണ്ട വരുന്നത്. എന്നാൽ ദൈവം പറയും, അവിടെ പോകാതിരിക്കാൻ ഞാൻ മാറാത്തവനാണ്, ഞാൻ മാറാത്തവനാണ്. നീ എന്നെ വിട്ട് മാറിയിട്ടും ഞാൻ നിന്നെ വിട്ട് എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ജീവിതത്തിലെ ഇത്രയോ ഘട്ടങ്ങളിൽ, എത്രയോ മണിക്കൂറുകളിൽ ദൈവത്തെ വിട്ടു മാറി സഞ്ചരിച്ചിട്ടും മുടിഞ്ഞു പോകാതിരുന്നത് അവൻ മാറാത്തവനായി നിന്നോട് കൂടി ഇരുന്നത് കൊണ്ടാണ്. സ്തോത്രം. മലയാളത്തിലൊരു പാട്ടുണ്ട്, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ. ഓ തന്റെ കരുണ എത്രയോ ആശ്ചര്യമേ, തന്റെ കരുണ എത്രയോ
യേശു മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം അവൻ്റെ അരുളപ്പാട് ഇസ്രായേലിനോട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഇനി താഴോട്ട് വായിച്ചു. എന്നാൽ നിങ്ങൾ, നമ്മുടെ പ്രശ്നം ഇതാ, നമുക്കെന്തെങ്കിലും കാണണം. ദൈവം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് അത് കാണത്തക്കവണ്ണം കിട്ടണം. ഇന്നത്തെ സാക്ഷ്യങ്ങളും അങ്ങനെയാണല്ലോ. പൊതുവെ ആത്മീയ സമൂഹം സാക്ഷ്യം പറയുന്നത്, ദൈവം എന്നെ എത്രയോ സ്നേഹിക്കുന്നു, എനിക്കൊരു വീട് തന്നു. ദൈവം എന്നെ എത്രയോ സ്നേഹിക്കുന്നു, എനിക്കൊരു വണ്ടി തന്നു. ദൈവം എന്നെ എത്രയോ സ്നേഹിക്കുന്നു, എനിക്കൊരു ജോലി തന്നു. ദൈവം എന്നെ എത്രയോ സ്നേഹിക്കുന്നു, എനിക്ക് കാശ് തന്നു. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കണ്ണിന് കാണുന്ന ഒന്നും തരുന്നതല്ല. കണ്ണിന് കാണത്തക്കവണ്ണം സ്നേഹിക്കാൻ തന്നത് ഒന്നേ ഉള്ളൂ. അതെന്നാന്ന് ഞാൻ പിന്നെ പറയാം. സ്തോത്രം, സ്തോത്രം. ആ വാക്കൊന്നും കൂടെ വായിച്ചേ, എല്ലാവരുടെ ഹൃദയത്തിലേക്കൊന്ന് കയറട്ടെ. നീ ഞങ്ങളെ, ദൈവത്തോട് ചോദിക്കുക, നീ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറഞ്ഞാൽ, എൻ്റെ പിതാവ് മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉടുപ്പ് മേടിച്ച് തരുന്നതല്ല ആ സ്നേഹം. എനിക്കെന്തെങ്കിലും ഭൗതികത വെച്ച് നീട്ടിത്തരുന്നതല്ല ആ സ്നേഹം. എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച് എന്നെ വളർത്തുന്നതും ഒക്കെ ഞാൻ കാണാതെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തിരിച്ചറിവില്ലാത്തപ്പോൾ തന്നെ കണ്ണ് കണ്ടു തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും. വേറിട്ട ചിരി. ഇനി വളർന്നങ്ങോട്ട് വന്ന് തിരിച്ചറിവായില്ല തന്നെ അവർ നടക്കാൻ തുടങ്ങുമ്പോഴും അപ്പനെയും അമ്മയും കാണുമ്പോൾ അവർക്ക് പ്രത്യേക സ്നേഹം. വേറെ പലരും കൈ നീട്ടുമ്പോൾ തിരിഞ്ഞ് നടക്കും. നമ്മൾ കൈ നീട്ടി അവരെന്ത് ചെയ്യും? വരും. അതെനിക്ക് ചോറ് തരുന്നുണ്ട്, മുലപ്പാൽ തരുന്നുണ്ട്, എനിക്ക് എൻ്റെ പപ്പ ഉടുപ്പ് മേടിച്ചു തന്നു. അതിലൊന്നുമല്ല സ്നേഹം. ആ റിലേഷൻ കാണുന്നതിലല്ല. കാണുന്നതൊക്കെ താൽക്കാലികമാണ്. കാണാത്തത് എന്താണ്? നിത്യമാണ്. ഇന്നത്തെ സഭകൾക്ക് പറ്റിയ പരാജയനാണെന്നറിയോ? ഇൻസിഡൻ്റായി കയ്യിൽ വരുന്നതും കിട്ടുന്നതുമാണ് ദൈവത്തോടുള്ള ബന്ധം. അതിൽ വിഘ്നം വന്നാൽ, ഒരു പരിശോധന ഘട്ടം വന്നാൽ, ഒരു പരീക്ഷ ഘട്ടം വന്നാൽ ദൈവത്തോടുള്ള പ്രതിബദ്ധത മനുഷ്യന് നഷ്ടപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു കൂട്ടത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, കയ്യിലൊന്നും കിട്ടിയിട്ടോ ശരീരത്തിൽ സൗഖ്യം കിട്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഉയർച്ചകൾ കിട്ടിയിട്ടോ ആകരുത് കർത്താവിനെ സ്നേഹിക്കേണ്ടത്. എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എന്ന നിത്യതയെ അടിസ്ഥാനപ്പെടുത്തി വേണം നാം ദൈവത്തെ സ്നേഹിക്കാൻ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നീ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. ദൈവം എനിക്ക് തരുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തോടൊപ്പം ദൈവത്തെ സ്നേഹിച്ച് അവൻ എന്നെ സ്നേഹിക്കുന്ന തിരിച്ചറിഞ്ഞ് ജീവിക്കുമെന്ന് പറയാൻ തീരുമാനമുണ്ടാകണം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ഇടയ്ക്കൊക്കെ ചോദിച്ചു പോകും മനുഷ്യൻ. ശിഷ്യന്മാർ ചോദിച്ചു. ഒരു ഘട്ടം ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നീ ഞങ്ങൾക്ക് എന്തോ തന്നു, എന്തോ തരും എന്നൊക്കെ ചോദിച്ചു. സ്തോത്രം. അന്നേരം കർത്താവ് പറഞ്ഞത്, ഞാൻ തരാൻ പോകുന്നൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും കർത്താവ് പറഞ്ഞു,
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. എൻ്റെ പിതാവിൻ്റെ ഇടത്തിൽ അനേക വാസസ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകും. ഞാൻ പോയി ഭവനമൊരുക്കിയ ശേഷം പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. അതിലും വലിയ വാഗ്ദത്തം ഏതായിരിക്കും? ഇവിടെ എന്തെല്ലാം നേടിയാലും അവിടെ പോകുന്നില്ലെങ്കിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ മടങ്ങി വരവ്. അതുകൊണ്ട് ഇവിടെ ഒരു വീട് വേണ്ടെന്നോ, ഒരു വണ്ടി ഉള്ളത് പാപമാണെന്നോ, ഇച്ചിരി പൈസ കയ്യിരിക്കുന്ന പാപമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. അതിനൊന്നും വലിയ സ്ഥാനം എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. പാർക്കാനൊരു വീടുള്ളവൻ നരകത്തിൽ പോകുന്നൊന്നും പ്രസംഗിക്കരുത്. അപ്പോൾ ഒരു വണ്ടിയുള്ളവൻ പാപിയാണെന്ന് ചിന്തിക്കരുത്. ദൈവം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ, ഒരു തെറ്റുമല്ല. ദൈവം ഒരുക്കിയ സംവിധാനമാണ്. അവിടെയും വീടുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞ്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളതൊക്കെ, അത് കൊടുക്കട്ടെ, തരട്ടെ. ഉള്ളവർക്കായി സ്തോത്രം. ആരും അസൂയപ്പെടണ്ട. നേരത്തെ ഒരു ആർക്കെങ്കിലും വീട് കൊടുത്ത് അവർക്ക് വീടുണ്ട് എന്നോർത്ത് അസൂയപ്പെടുകയും വേണ്ട. ആമേ. ഇനി അത്യാവശ്യം നമ്മുടെ വീട് അഴുക്ക് വീടാണെങ്കിലും ഒന്ന് പൊളിഞ്ഞു പോയാൽ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി കിടക്കാവില്ല. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം. സ്തോത്രം. അപ്പം ഇമ്പോർട്ടൻ്റ് നമ്മുടെ കർത്താവിൻ്റെ വരവാണ്, അവിടേക്കുള്ള പ്രവേശനമാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിനോട് ഉടനീളം അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവർ പറയുക, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ ഏതിനാൽ അറിയും. ഈ ചോദ്യം മികച്ച ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം എന്നാണെന്നറിയോ? ഈ ചോദ്യങ്ങളടക്കമാണ് 400 വർഷം ദൈവമായിട്ട് ഒരിടപാടും ഇല്ലാതെ തള്ളിക്കളഞ്ഞു തരും. ഇതേ മാലാഖിയിൽ മാറാത്തവനാന്ന് പറഞ്ഞിട്ട് അടുത്ത യുഗത്തിൻ്റെ പേര് ഇരുണ്ട കാലഘട്ടമാണ്. 400 വർഷം ദൈവം സൈലൻ്റായി. ഇപ്പോൾ ദൈവം വാക്ക് മാറിയോ? ദൈവം വാക്ക് മാറാൻ മനുഷ്യനൊന്നുമല്ല. വ്യാജം പറയാനോ മനുഷ്യനല്ല. വാക്ക് മാറില്ല. പക്ഷേ നിൻ്റെ അനാവശ്യ ചോദ്യങ്ങൾ നീ ദൈവം ആരാന്നറിയാതെ ചോദിച്ചാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ദൈവത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഒരാൾക്കും ഇല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നാം ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ നിന്നാൽ അവൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. വക്കറിനോട് ഞാൻ ആരായിരിക്കും? അത് മാറ്റമൊന്നുമില്ല. സ്തോത്രം. വിശ്വസ്തതയില്ലാതെ വരുന്നതുകൊണ്ടാണ് ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യണ്ടേ? നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തത് ദൈവം പറഞ്ഞ കുറേ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാകരുത്. അത് ശന്ദ്രക്കും മേശക്കും അഭിനവവും പറഞ്ഞ പോലെ ആയിരിക്കണം. വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തിന് വിടിവിപ്പാൻ പ്രാപ്തിയുണ്ട്. അഥവാ ദൈവം തീരുമാനിക്കുക ഞങ്ങളുടെ പ്രാണൻ ഇങ്ങനെ എടുക്കുന്നത്. വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ, അതാണ് ക്രിസ്തീയ ജീവിതം. ഞങ്ങൾ നോക്കട്ടെ, തീയുടെ അടുത്തോട്ട് പോകുന്നിടം വരെ ചെല്ലുമ്പം വരെ ഞങ്ങളെ വിടിവിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വണങ്ങാമെന്ന് വിളിക്കാം, എന്നാലും തിരിച്ചു പോരും എന്നല്ല. ഉറച്ച തീരുമാനം. രാജാവിനെ വിളിച്ച് നീ എന്ന ആ സമയത്ത് പ്രമാണത്തിൽ ഉറച്ചവന് അവൻ രാജാവ് നീണാൽ വാഴട്ടെ എന്നൊന്നുമില്ല. അവൻ പറയുക, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. അത് പ്രമാണത്തിൻ്റെ ഗൗരവമാണ്. അതുകൊണ്ട് ദൈവപ്രമാണത്തിനാണ് ഏറ്റവും വലിയ. ഇനി ഓർത്തോണം, പ്രമാണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയോ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയോ ജീവിക്കുകയോ ചെയ്താൽ ഇത് നമ്മിൽ നിന്ന് പറിച്ചെറിയാൻ മാക്സിമം വിഷയങ്ങൾ നമുക്ക് നേരെ വരും. ഒന്ന് കറ തീർത്ത് പ്രസംഗിച്ച് നോക്കി, തീരുമാനമെടുത്ത് നോക്കി, നമ്മളെ ഈ പ്രമാണത്തിൽ നിന്ന് പറിച്ചെറിയാനുള്ള എല്ലാ നടപടികളും നമുക്ക് നേരെ വരും. അപ്പോൾ ഒരു തീരുമാനം എടുക്കണം. ആരെന്നാ തലകുത്തി മറിഞ്ഞാലും ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെന്ന് ഞാൻ വ്യതിചലിക്കില്ല. കാരണം ആരും ആരുടെയും കൈക്കും കാലിനും പിടിച്ചൊന്നും സ്വർഗത്തിൽ പോണില്ല. ആമീൻ. രക്ഷ വ്യക്തിപരമാണ്.
അവരവർ മര്യാദയ്ക്ക് ജീവിച്ചാൽ അവരവർക്ക് അവിടെ എത്താം. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ചിലരൊക്കെ വാക്തത്വങ്ങൾ മാത്രമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ്. എനിക്കൊരിക്കലും എൻ്റെ അപ്പനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അപ്പൻ എന്നെയും കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഭാര്യയെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ മക്കൾക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ മക്കളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനാ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സ്വർഗത്തിൽ പോകുന്ന കാര്യം അവരവർ തീരുമാനിച്ചു. അതിന് നേരെ എന്തെല്ലാം പ്രതികൂലം ഉയർന്നാലും നിലപാടിലും പ്രമാണത്തിലും നിൽക്കേണ്ടത് വ്യക്തിപരമായ തീരുമാനം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിശാചിനൊറ്റ ഉദ്ദേശമുള്ളൂ, നിന്നെ എങ്ങനെയും ഈ പ്രമാണത്തിൽ നിന്ന് എന്ത് ചെയ്യുക. ഞാൻ പല ഉപദേശിമാരെ ശ്രദ്ധിച്ചിരുന്നു. ഈ നേരത്തെ മുതൽ പെന്തിക്കോസിലാണല്ലോ, അതുകൊണ്ട് തിരിച്ചറിഞ്ഞത് മുതൽ ശ്രദ്ധിച്ചിരുന്നു. അവർ ഉപദേശമൊക്കെ ശക്തിയോടെ പ്രസംഗിച്ച് വരുമ്പോഴായിരിക്കും അവരുടെ മക്കളുടെ ജീവിതത്തിലോ അവരുടെ കുടുംബത്തിലോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ പതുക്കെ അതേ നയഞ്ഞിട്ട് പറയും, അതൊന്നും സാരം ഇല്ല. അങ്ങനെ ഒത്തിരി ഉപദേശിമാർ ഉപദേശം പറച്ചിൽ നിർത്തി. സ്തോത്രം. അങ്ങനെ നിർത്താനുള്ളതല്ല. വ്യക്തിപരമായി നിനക്ക് ദൈവത്തോട് വിശുദ്ധ ജീവിതവും പ്രമാണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കട്സും നിയോഗവും കൃപയും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും നീ ദൈവകൃപയെ നീക്കണം. അത് നീയും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. സ്തോത്രം. നമ്മളെല്ലാം വീട്ടിൽ കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൻ, അമ്മ, വലിയപ്പൻ, വലിയമ്മ, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് കാഹളം ധ്വനിക്കുന്നത്. ഈ കൈ കോർത്ത് പിടിച്ച് അങ്ങ് പോവുമോ? ഇല്ല. എത്ര അടുത്തിരുന്നാലും പോണെങ്കിൽ ദൈവം തീരുമാനിക്കും. അതുകൊണ്ടാണ് ഈ എടുക്കപ്പെടലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒറ്റപ്പെട്ടതല്ല, രണ്ടുപേരും ഒരുമിച്ച് കിടക്കയിലായിരിക്കും. രണ്ടുപേര് ഒരുമിച്ച്, ഒരാൾ എടുക്കപ്പെടുമെന്ന്. സ്തോത്രം. രണ്ടുപേരൊരുമിച്ച് തിരികലിൽ എന്തു ചെയ്യും? പൊടിച്ചുകൊണ്ടിരിക്കും, അരച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്തിലുണ്ട് എന്നുള്ളതിലല്ല കാര്യം, രണ്ടു പേരിലുള്ള ആത്മ ഇടപെടൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. ഞാനും അടുത്തുണ്ടായിരുന്നു. പാസ്റ്റർ ഒരു വിശുദ്ധനായ മനുഷ്യൻ. ഞാൻ ഈ വിശുദ്ധിയുടെ വേഷം മാത്രം കെട്ടിയിട്ട് പാസ്റ്റർ ഞാനും അടുത്തിരിക്കുക. കാരണം മരിച്ചു, പാസ്റ്റർ എടുക്കപ്പെടും, ഞാൻ കൈവിടപ്പെടും. നിങ്ങൾ ഈ സഭയിൽ വന്നിരുന്നു എന്നുള്ളതല്ല, ക്രിസ്തു എന്ന തലയോളം വളർന്നു എന്നുള്ളതല്ല കാര്യം. ഞായറാഴ്ച വന്ന് 50, 60, 70, 80, 30 കിലോ ഈ പായിലും കസേരയിലും കൊണ്ട് വെക്കുന്നതിലർത്ഥം ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഇരിക്കുന്നതൊക്കെ വ്യർത്ഥമായി പോകും. നമുക്ക് ദൈവത്തോട് പറയാം, നീ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അറിയുന്നു. അല്ലാതെ ഞങ്ങൾ എന്തോന്നിനാൽ അറിയുമെന്നല്ല ചോദിക്കേണ്ടത്, ഞാൻ അറിയുന്നു എന്ന് പറയാം. ഒരു 400 വർഷത്തെ ഇരുണ്ട യുഗത്തിലേക്ക് ഇസ്രായേൽ പോവുക. ഈ ഇരുണ്ട കാലഘട്ടം ലോകത്തിന് മൊത്തമല്ല, കാരണം ജാതികൾക്ക് അന്ന് ദൈവമില്ല. എഫേസ്യലേഖനം കൃത്യമായി പറയുന്നുണ്ട്, യഥാർത്ഥ ദൈവമായിട്ടുള്ള ഇടപാട് അന്ന് യഹൂദ ജനത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എഫേസ്യലേഖനം പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾ മുമ്പ് ദൈവമില്ലാത്തവരായിരുന്നു. കല്ലും മണ്ണും അതിനെയൊക്കെ സേവിക്കുമ്പോഴും നിങ്ങൾ എന്തില്ലാത്തവരായിരുന്നു? ദൈവമില്ലാത്തവരായിരുന്നു. അന്ന് യഥാർത്ഥ ദൈവമായിട്ട് ബന്ധം ഇസ്രായേൽ എന്ന ജനതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പം ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ കാലം ലോകത്തിന് മൊത്തമല്ല, ഇസ്രായേലിന് മാത്രം. ദൈവവും ദേവനും ഇല്ലാത്തവൻ അന്ന് പാപം ചെയ്ത അന്ന് മുതൽ ഇരുണ്ട യുഗമാണ്. പക്ഷേ അബ്രഹാമിൽ കൂടെ ഒരു തലമുറയെ ദൈവം പ്രമാണം കൊടുത്ത് ഒരുക്കി ക്രിസ്തുവിന് ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യാൻ ഒരുക്കിയെടുത്ത തലമുറയ്ക്ക്
ജീവനുള്ള ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അവനൊരു പ്രമാണം ഉണ്ടായിരുന്നു. അതറിയാവുന്നവനാണ് 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകുന്നത്. ദൂതേ, ക്രിസ്തുവുമായിട്ട് ഈ ലോകത്തിൽ ബന്ധമുള്ള നീ ലോകക്കാരുടെ പരിപാടി കാണിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തും ഒരിരുണ്ട കാലം കർത്താവ് വരുത്തും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യും. ആ ഇരുണ്ട കാലത്തിൽ വിവേകം പ്രാപിച്ച് മടങ്ങി വരേണ്ട സമയമായിരുന്നു. ചിലരുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവേരുടെ ചൂണ്ടി സംസാരിക്കുന്നു. നീ ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിക്കാത്തത് കൊണ്ട്, നീ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിക്കാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ട്, നിശ്ചയിക്കപ്പെട്ട ചില പീരീഡുകൾ ഇരുണ്ടു പോകുന്ന ഘട്ടം നിന്റെ പുരയ്ക്കകത്ത് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് മടങ്ങി വരേണ്ട സമയമാണ്. ദൈവത്തിങ്കിലേക്ക് ഞാൻ ഏറ്റുപറഞ്ഞ് മടങ്ങി വരേണ്ട സമയമാണെന്ന് തിരിച്ചറിവ് നീ പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവം ചിലരെ അയക്കും. അതിലേക്ക് ഞാൻ വരാം. എനിക്ക് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ എടുത്തിരിക്കുന്ന വേറൊരു വിഷയം, പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിന്നപ്പം പറയാൻ നിയോഗം തന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം അത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സഭയിൽ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലേ? സ്തോത്രം. സഭയിൽ അല്ലെങ്കിലും പ്രസംഗം ഉണ്ടോ? സഭയിൽ പ്രസംഗമില്ല. ഞാൻ പഠിച്ച ബൈബിളിൽ സഭയ്ക്കകത്ത് പ്രസംഗമില്ല. സ്തോത്രം. പ്രസംഗിക്കാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് പരസ്യോത്തിന് പോകാം. അവിടാണ് പ്രസംഗം. അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ചത് സഭയ്ക്ക് വെളിയിലാണ്. സസൂക്ഷ്മം പഠിച്ചു. ബൈബിള് അടയാളപ്പെടുത്തി പഠിച്ചാൽ 86 പ്രസംഗമേ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുള്ളൂ. ബൈബിളിൽ രേഖപ്പെട്ടിട്ടുള്ളൂ. എത്രയാ? 86. ഈ 86 പ്രസംഗങ്ങളും നിങ്ങൾ പഠിച്ചോ, ദൈവസഭയ്ക്കകത്തല്ല. ദൈവസഭയുടെ തുടക്കത്തിലെ പ്രസംഗം പോലും സെഗിയോൻ മാളി മുറിക്കകത്ത് അത് അകത്തുള്ളവർക്കല്ല, പുറത്തുള്ളവർക്കല്ല. തുടക്കം അങ്ങനെയാണ്. യഹൂദ പുരുഷന്മാരെ, പള്ളിയിൽ നിന്ന് ഓടി വന്നവരോടാണ് പ്രസംഗിച്ചത്. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ പ്രസംഗം തെറ്റിപ്പോയെന്ന് പറയാതിരിക്കാൻ ഞാനിപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു പോകാം, പഴുതടച്ചു പോകാം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ നിങ്ങൾ വായിക്കുമ്പം അവർ പള്ളിയിൽ ചെന്നു, പുസ്തകം തുറന്നു പ്രസംഗിച്ചു. ആ പള്ളി നമ്മുടെ പള്ളിയല്ല, യഹൂദൻ്റെ സിനഗോഗ. അവരവിടെ പോയി പ്രസംഗിച്ചത് അവരെ അവിടെ നിന്ന് പുറത്തിറക്കി സഭയ്ക്കകത്ത് കൊണ്ടുവരാനാണ്. കർത്താവും പള്ളിയിൽ പോയി. അത് നമ്മുടെ സഭയല്ല, യഹൂദൻ്റെ സിനഗോഗുകളിലാണ് അതെല്ലാം. അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു, അവരെ പുറത്തു കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ ഇനി അടയാളപ്പെടുത്തി ബൈബിൾ വായിക്കൂ. 117 പ്രാവശ്യം സഭയ്ക്കകത്ത് പഠിപ്പിച്ചു എന്നാണ്. പുതിയ നിയമത്തിൽ സഭയ്ക്കകത്ത് പഠിപ്പിച്ചു. മലയാളം മാത്രം വായിച്ചാൽ പിടികിട്ടത്തില്ല. തമിഴും മലയാളവും ഇംഗ്ലീഷ് ഭാഷയും കൂടെ വച്ച് നോക്കുമ്പോൾ 117 പ്രാവശ്യവും സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗം എവിടെയാ? പുറത്ത്. പ്രസംഗിക്കാൻ കൊതിയുള്ളവരെല്ലാം ഒരു ചെറിയ ബോക്സും മേടിച്ച് വെളിയിലോട്ട് ഇറങ്ങിക്കോണം. ഇപ്പം പോകണ്ട, സഭായോഗം കഴിഞ്ഞ്. സ്തോത്രം. ഇതിൻ്റെ അകത്ത് വേണ്ടത് ദൈവവചന പഠനമാണ്. അത് നിന്നു പോയതാണ് ഇന്ന് കാണുന്ന മുഴുവൻ തകർച്ചയുടെയും. ഇന്ന് പഠിപ്പിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടി. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വാളെടുക്കുന്ന മുഴുവൻ വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞ പോലെ. ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേഷൻ ആകുമ്പോഴേ 3-4 പാൻറ്റും ഷർട്ടും തയ്ച്ച് വെച്ചിരിക്കുക. എന്തിനാ? പ്രസംഗവേദിയിൽ കയറാൻ അല്ല. പൗലോസൊക്കെ പോലും തീമോഥെയോസിനോട് പറഞ്ഞ എന്നോട് പഠിച്ചതിൽ നിലനിൽക്കാം. എന്നോട് പഠിച്ചത്. ഇതൊക്കെ ആഴമായി അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും.
ഈ സഭ അങ്ങനെ നീങ്ങുന്ന സഭയാകയാൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. ഞാൻ ചില കാര്യങ്ങളോട് അവിടെ നിന്ന് പറയാൻ ദൈവാത്മാവ് നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ പറയാം. ദൈവത്തെ പലപ്പോഴും ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഇരുണ്ട കട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവും നിയോഗം തരുന്നതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താ? ഒരു ഇരുണ്ട യുഗത്തിലേക്ക് പോകാൻ കാരണം എന്നാ? അവരുടെ ഫസ്റ്റ് പിതാവ് അത് തന്നെയാണ് ചെയ്തത്. അവരുടെ പിതാവ് അതാ ചെയ്തത്. ചോദ്യം ചെയ്യുക ചെയ്തു. ദൈവത്തിൻ്റെ വാക്കിനെ ഡയറക്റ്റ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു ചോദ്യം അങ്ങോട്ട് എറിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. പരിശുദ്ധാത്മാവ് നിയോഗം തരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഏതിനു ശേഷം? 13, 14 അധ്യായത്തിന് ശേഷം. അതിന് ശേഷം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ നടന്നിട്ടുണ്ട്. അതെല്ലാം വായിപ്പിക്കുന്നില്ല. വായിപ്പിച്ചാൽ നമ്മുടെ സമയപരിമിതിക്കകത്ത് നിൽക്കില്ല. പറഞ്ഞു വിടാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. തൊട്ട് മുകളിൽ നടക്കുന്ന സംഭവം, ലോത്തിൻ്റെ സ്വത്ത് മുഴുവൻ അപഹരിക്കുകയാണ് 5 രാജ്യങ്ങൾ ചേർന്ന്. 5 നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ലോത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ അപഹരിക്കുക. 5 രാജാക്കന്മാർ, 5 രാജ്യത്തിൻ്റെ സൈന്യം ഇത്രയും ചേർന്ന് ലോത്തിനെതിരെ അപഹാരം നടത്തി. അപ്പോൾ ലോത്തിൻ്റെ ശേഷി എന്നാന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഈ ലോത്തിൻ്റെ മുഴുവൻ വസ്തുതയെ അപഹരിച്ചപ്പോൾ അബ്രഹാം എന്തെന്നറിയോ? വീട്ടിലുള്ള 318 അഭ്യാസികളുമായിട്ട് നിന്ന് 5 രാജ്യത്തെ തോപ്പിച്ചു. അപ്പോൾ അബ്രഹാം ആരാരും നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി. സ്വതന്ത്രം സഹോദരപുത്രൻ്റെ അവകാശം മുഴുവൻ തിരിച്ചു പിടിച്ച് അവന് കൊടുത്തിട്ടെ 14-ാം അധ്യായത്തിൽ ജയം പ്രാപിച്ചിട്ട്, തനിക്ക് വേണ്ടിയല്ല സഹോദരപുത്രന് വേണ്ടി ജയം പ്രാപിച്ച് താൻ വന്ന് 15-ൽ പെരയ്ക്കകത്ത് കയറുക. 14-ൽ കൂടാരത്തിൽ കയറിയ അബ്രഹാമിനെ പുറത്തിറക്കരുന്ന് പിശാച് അടിവരയിട്ട് തീരുമാനിച്ചു. എടാ, രാജ്യങ്ങളെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഇവൻ ദൈവരാജ്യത്തെ ഇവനിൽ കൂടെ പുറത്തു കൊണ്ടുവരുന്ന സാത്താൻ മനസ്സിലാക്കി. അബ്രഹാമിൻ്റെ റൂട്ടിൽ ക്രിസ്തു വന്നൊരു ദൈവരാജ്യം ഭൂമിയിൽ വരുമെന്നറിഞ്ഞ പിശാച് 14 അധ്യായം കൊണ്ട് അബ്രഹാമിൻ്റെ കട്ടയും പടവും മടക്കാൻ തീരുമാനിച്ചു. പിശാച് പലപ്പോഴും നിനക്കെതിരെ പോരാടുന്നത് നിൻ്റെ പൈസയ്ക്കെതിരെയല്ല, നിന്നിൽ കൂടെ വെളിപ്പെടാനിരിക്കുന്ന അതിമഹത്തായ ആത്മീയ പദ്ധതികളെ കണ്ടുകൊണ്ടാണ്. നിൻ്റെ ബാങ്ക് ബാലൻസിനെതിരെയല്ല പിശാച് പോരാടുന്നത്. നീ വെച്ച വലിയ വീടിനെതിരെയല്ല പിശാച് പോരാടുന്നത്. നിന്നിൽ കൂടെ പുറത്തു വരാനിരിക്കുന്ന ദൈവ പദ്ധതികൾ നടക്കാതിരിക്കാൻ പിശാച് അതിശക്തമായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കും. നിങ്ങൾ തിരിച്ചറിയണം. 14 കൊണ്ട് അബ്രഹാമിനെ തീർക്കാം. 15 എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പേരിൽ തുടങ്ങരുതെന്ന് പിശാച് തീരുമാനിച്ചു. തീരുമാനിച്ച് നടക്കുമോ? ദൈവം തീരുമാനിക്കണ്ടേ? പക്ഷേ ഇച്ചിരി ഒന്ന് പേടിച്ചു അബ്രഹാം. 5 രാജാക്കന്മാരെ വീട്ടിലെ അഭ്യാസികളുമായി തോപ്പിച്ചവന് പേടിയോ? ഏത് പുള്ളിയും പേടിക്കും. പേടിക്കേണ്ട ഒരു ഘട്ടം വരും. പേടിച്ചെന്നുള്ള തെളിവെന്നാ? ദൈവം സംസാരിക്കുന്നു പേടിച്ചെന്ന്. 15-ൻ്റെ 1 വായിച്ചേ. പേടിച്ചു എന്നുള്ളപ്പോൾ അബ്രഹാമേ അപ്പോൾ പേടിച്ചില്ലേ? രാജാക്കന്മാരെ തോപ്പിച്ചവൻ ഇപ്പം 15-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ എന്തു ചെയ്യുക? പേടിക്കുക. ഒരധ്യായം തനിക്ക് തന്നെ തുടങ്ങാൻ പറ്റാതായിപ്പോയി. അവസാനം ദൈവം കണ്ടവൻ്റെ അധ്യായം ദൈവം തുടങ്ങുക. 15 തുടങ്ങുന്ന ദൈവമാണ്. 14 അവസാനിക്കുമ്പോൾ അബ്രഹാം കരുത്തുറ്റ ദൈവപദ്ധതികളിൽ ജയം പ്രാപിച്ചു വന്നിരിക്കുന്ന അബ്രഹാമിന് അടുത്തൊരു അധ്യായം തുടങ്ങാൻ രംഗത്തിറങ്ങാൻ പറ്റുന്നില്ല. അവസാനം ദൈവം ഇറങ്ങി വന്ന് തുടങ്ങി. നീ ചഞ്ചലപ്പെട്ടു പോകുന്ന സ്ഥലത്തെ ചോദ്യം ചെയ്യാതെ നിന്നാൽ നിനക്ക് തുടങ്ങാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി ദൈവം തുടങ്ങും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇറങ്ങി വന്നിട്ട് പറയാ, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. ഇനി നോക്കിക്കോ, നിൽക്കി വായിക്കാൻ പറട്ടെ. ദൈവം
പദ്ധതിയിട്ട് പുറത്ത് ചില പദ്ധതികൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തൊട്ടു മുൻപേ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പേ ഭയാനകമായ ചിലത് അകത്ത് കൊണ്ടു. മറിയെടുക്ക ദൂതം എന്ന് പറയുന്നതിന് ഭയപ്പെടണ്ട. എന്താണ്ട? ഭയപ്പെടണ്ട. ദൂതൻ്റെ വരവിൽ തന്നെ മറിയയ്ക്ക് പേടിയുണ്ടായി. സ്തോത്രം. അത്യന്ത ശക്തിയാൽ ക്രിസ്തു പുറത്തു വരാൻ സമയമായപ്പോൾ ഭയം കൊണ്ടുവന്ന് ആദ്യം ഇട്ടപ്പോൾ ദൂതൻ ആദ്യം ഒന്നുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടണ്ട. പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും വാഗ്ദത്തങ്ങളുടെ നിറവേറലിൻ്റെ തൊട്ട് മുമ്പ് നടക്കാം. പക്ഷെ ധൈര്യപ്പെടാൻ സ്വർഗം ഇറങ്ങി വരും. ഞാനത് പറയുമ്പോൾ എൻ്റെ അകത്തോട് ഒത്തിരി കാര്യം ഓടിപ്പോകും. മോശയുടെ മരണശേഷം ഇസ്രായേലിനെ നയിക്കേണ്ടത് യോശുവ. ആരാണ്? യോശുവ. മോശ മരിച്ച് യഹോവയുടെ വചനപ്രകാരം മരിച്ച് മോവാബിൽ അടക്കപ്പെടുമ്പം യോശുവ പേടിച്ചകത്ത് കയറി. നിങ്ങൾ ശരിക്കും വീട്ടിൽ പോയി ബൈബിൾ വായിച്ചോണം. ആവർത്തന പുസ്തകം ആവർത്തനം കഴിഞ്ഞാൽ യോശുവയാണ്. ആവർത്തനം അവസാനിക്കുന്ന മോശയുടെ മരണത്തോടുകൂടാ. പക്ഷേ യോശുവായി പിന്നെ കാണുന്നില്ല. കൈക്ക് വെള്ളം ഒഴിച്ചു നിന്ന ഒപ്പം ശുശ്രൂഷയ്ക്ക് സഹായിച്ച യോശുവായി എന്ത് ചെയ്യുന്നില്ല? പുള്ളി കൂടാരത്തിൽ കയറി. യോശുവായിലേക്ക് തുടങ്ങുമ്പം ദൈവം പറയുന്ന വാക്ക് 1-ാം അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യം പറയാ, ഭയപ്പെടേണ്ട, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കാൻ തടയുന്നൊരു ഭീതി, എന്തോ ഒന്ന് നിൻ്റെ അകത്ത് പിശാച് കൊണ്ടിടുന്നു. അത് തുടരാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അതിനെ പറിച്ചു മാറ്റും. നിൻ്റെ മേലുള്ള എഴുത്ത്, ദൈവം എഴുതി വച്ചിരിക്കുന്ന, ഉയരത്തിൽ എഴുതി വച്ചിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ പിശാച് കൊണ്ടിടുന്ന എല്ലാ തന്ത്രങ്ങളെയും ദൈവം പൊളിച്ചു കളയും. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഭയപ്പെട്ടിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്ന് ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിശക്തമായി ദൂത് ഇടപെടുകയാണ്. നീ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം ഈ ആരാധനയിൽ ഇറങ്ങി വന്ന് നിന്റെ അടുത്ത അധ്യായം തുടങ്ങുവാൻ ദൈവം പദ്ധതിയിടുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യും. ഇനി നിങ്ങൾ 1-ാം അധ്യായം യോശുവ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പോൾ എടുക്കണ്ട, എനിക്ക് സമയമില്ല. 4 ആവർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ധൈര്യം ഒരു സ്ഥലത്ത് മാത്രമല്ല, ധൈര്യം നമ്മുടെ പല മേഖലകളും വേണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഇടുക്കിയിലുണ്ടായിരുന്നു. ഇടുക്കി, കേരളത്തിലെ ഇടുക്കി, നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും. ഒരു കടുവ തേയിലത്തോട്ടത്തിൽ, ഏലത്തോട്ടത്തിലുണ്ട്. അത് മീഡിയയിലൊക്കെ വാർത്തയിൽ വൈറലായതാണ്. നമ്മുടെ പോലീസ് ആ കടുവായെ നേരിടുന്ന വെടിവെക്കാൻ തീരുമാനിച്ചു, മയക്കുവെടി. അപ്പോൾ ഷീൽഡൊക്കെ പിടിച്ച് മുൻപിൽ നിന്നത് നമ്മുടെ ഒരു പാസ്റ്ററെ അളിയനാണ്. കടുവ പുള്ളിയുടെ നേരെ ചാടി വന്നപ്പോൾ പുള്ളി ഷീൽഡിന് തട്ടി. പുള്ളിയുടെ തലയ്ക്ക് ആ ഹെൽമറ്റേൽ അടി കിട്ടിയിട്ട് ഹെൽമറ്റ് തെറിച്ചു പോയി. അതൊക്കെ ആ വീഡിയോയിൽ കാണാം. അദ്ദേഹം കടുവായുടെ മുമ്പിലോട്ട് ചെന്നിട്ടാണ് തട്ടിയത്. പക്ഷെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം നേഴ്സ് സിറിഞ്ച് എടുത്ത് കുത്താൻ, ഓ കുത്തരുതേ, എനിക്ക് പേടിയാന്ന്. കടുവായുടെ മുമ്പ് നിൽക്കാൻ ധൈര്യമുള്ളവൻ സിറിഞ്ച് സൂചി കണ്ടപ്പം എന്ത് ചെയ്തു? ചില മേഖലകളിൽ ഭയമുണ്ട്. ഈ ധൈര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല. സ്തോത്രം. ചില വിഷയങ്ങളിൽ ചിലർക്ക് എന്തില്ല? ധൈര്യമില്ല. സ്തോത്രം. യോശുവയുടെ ബന്ധത്തിൽ ധൈര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിക്കാം. 7-ാം വാക്യം ഒന്ന് വായിച്ചു. എൻ്റെ ദാസനായ മോശെ യോശുവയെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന്. അപ്പം പ്രമാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ
യോശുവായ്ക്ക് ചെറിയൊരു ഭീതിയുണ്ട്. കാരണം മോശ ഇന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രമാണം സംബന്ധിച്ച് താൻ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. മോശ പറഞ്ഞതുപോലെ തീർത്തു പറയാൻ യോശുവായ്ക്കൊരു ഭയം. അപ്പോൾ ദൈവം പറഞ്ഞില്ല, സാരയില്ല, മോശയല്ലല്ലോ അവൻ, അതുകൊണ്ട് അവൻ ഒക്കുന്ന രീതിയിൽ പറയട്ടെന്ന് ദൈവം വെച്ചില്ല. ദൈവം ഇറങ്ങി വന്നിട്ട് പറയാം, പ്രമാണം പറയാൻ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഏത് മേഖലയിലാണോ ഭയം കൊണ്ടിടുന്നത്, നിന്നോടുള്ള ദൈവാലോചനയിൽ അവിടെ ഇറങ്ങി വന്ന് ദൈവം നിന്നെ ധൈര്യപ്പെടുത്തും. ഇനി വായിപ്പിക്കുന്നില്ല. നിങ്ങൾ ആ അധ്യായത്തിൽ 4 പ്രാവശ്യം ദൈവത്തിന് പറയേണ്ടതെന്ന് യോശുവയോട് ഉറപ്പും. അപ്പോൾ 4 പ്രാവശ്യം പറയണമെങ്കിൽ പുള്ളിയുടെ ജീവിതത്തിൽ എത്രയോ ഭയം ഏത് മേഖലകളിലൊക്കെ ഉണ്ടായി. അതേ തൊടാൻ പോയാൽ വേറെ വഴിക്ക് പോവും. ഞാനത് കട്ട് ചെയ്ത് വിടുക, നിയോഗമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം തന്നെ ഒരു ദൂത് പറയും, നിങ്ങളിവിടെ ഇരിക്കുന്ന പല വിഷയത്തിൽ ധൈര്യമുള്ളവരാണ്, പക്ഷെ ചില വിഷയങ്ങളിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുക. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പോകും. പക്ഷെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, നിങ്ങൾ ദൈവ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങൾ ചഞ്ചലപ്പെടുന്നില്ല വിഷയങ്ങളിൽ കർത്താവ് ഡയറക്റ്റ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പോയാൽ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. തിരിച്ചു വരുന്നു, കൂടെ വരണം. ഇനി 15-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി. ഞാൻ നിന്റെ പരിചയം, മുമ്പേ പരിചയം പിടിച്ച് 5 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് വന്നു. പക്ഷെ സ്വന്തം വിഷയം വന്നപ്പോൾ പരിചയം എടുക്കാനുള്ള ശേഷിയില്ല. ദൈവം പറയുക, ഞാനാ നിൻ്റെ പരിചയ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകും. ഇതാ പ്രശ്നം. ദൈവം ഒന്ന് തട്ടി ഉണർത്തുമ്പോഴേ ദൈവത്തെ എന്ത് ചെയ്യുക? ചോദ്യം ചെയ്യുക. അതുതന്നെയല്ലേ അവരും ചെയ്തേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ എന്തിനാൽ അറിയും. അബ്രഹാം അതേ വാക്ക് താഴെ ചോദിക്കുന്നുണ്ട്. വായിപ്പിക്കാം, പിന്നെ പറയാം. അതോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. നീ എനിക്ക് എന്ത് തരും? നമുക്കറിയേണ്ട എന്നാ, ദൈവം പ്രത്യക്ഷനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തെ വേണോ, ഭൂമിയിൽ നശിക്കുന്ന വല്ല കാര്യങ്ങൾ വേണോ? ഇനി അതിൻ്റെ ഭയപ്പെടാനുള്ള മിസ്റ്റേക്ക് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഉണ്ടായെന്ന് തെളിയിക്കാൻ പോവാം. താവട്ട് വായിച്ചു. ദമ്മശേക്കുകാരനായ ഈ എലയാസർ, ഈ ദമ്മശേക്ക് ഇവനെങ്ങനെയാണ് പെരയ്ക്കകത്ത് വന്നേ? ഇനി നിങ്ങൾ വീട്ടിൽ പോയി 13-14 അധ്യായം വായിക്കണം. ഇവിടെ ഇരുന്ന് വായിക്കരുതേ. ഇവിടെ നിന്ന് വായിച്ചിട്ട് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്നാന്ന് മനസ്സിലായില്ലെന്ന് പറയരുത്. വീട്ടിൽ പോയി വായിക്കണം. അബ്രഹാം തോൽപ്പിച്ച 5 രാജ്യത്തിലൊന്നാണ് ദമ്മശേക്ക്. ദമ്മശേക്ക് ജാതികളാണ്. തോൽപ്പിച്ച രാജ്യത്തിൽ ഒരുത്തനെ പെരയ്ക്കകത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. മനസ്സിലായോ? പല വിഷയത്തിലും ജയിച്ചെങ്കിലും തോൽപ്പിച്ച് വിട്ടതിൽ ചിലതിനെ നമ്മുടെ കൂടെ എന്ത് ചെയ്തിരിക്കുക. ഇവിടെ ദൈവമക്കൾ കുഴയുന്നത്. ദമ്മശേക്കുകാരൻ അബ്രഹാമിന്റെ പുരയ്ക്കകത്ത് എങ്ങനെ വന്നു? അതിൻ്റെ റൂട്ട് കേട്ടോണം. നമ്മുടെ വീട്ടിൽ പിറന്നവനാണെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഇവൻ്റെ അപ്പനും അമ്മയും എൻ്റെ അകത്തുണ്ട്. ദാസനോ ദാസിയോ ഒക്കെ ആയിട്ട് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഇവരുണ്ട്. അബ്രഹാമെ നീ 14 തോൽപ്പിച്ചതാരാ? ഇതേ ദമ്മശേക്കിനെ തോൽപ്പിച്ചതാണ്. എന്നിട്ടോ ഇപ്പൊ ദൈവ റൂട്ടിൽ നിന്ന് നിന്റെ അവകാശങ്ങൾ പോലും ആർക്ക് എഴുതാൻ പോവാ? ദമ്മശേക്കിന് എഴുതുക. അബ്രഹാം ഒരു പേടിയില്ലാതെ പറയുന്നത്. ആരോടെ ഈ പറയുന്നത്?
ഒന്ന് വായിച്ച സൗകര്യം ഒന്നും കൂടെ ദേവദാസി. എന്നാ പറഞ്ഞേ? നിന്റെ അവകാശം ക്രിസ്തുവിൻ്റെ റൂട്ടിലൂടെ. പക്ഷെ നീ വാഗൊണ്ട് ഇപ്പം എന്നാ പറയുന്നേ? ദമ്മശേഖരൻ. ഇത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാനിതെങ്ങനെ പറഞ്ഞു പോകും, കാരണം പിന്നെ ഞാൻ എന്താ പറഞ്ഞത് ഒന്നും കൂടെ മനസ്സിലാക്കാത്തവർക്ക് കർത്തൃദാസൻ പിന്നെ സമയം കിട്ടുമ്പോൾ പൊരുൾ തിരിച്ചു തരും. വചനത്തിൽ അറിവുള്ള ദൈവദാസനെയാണല്ലോ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ വിവരിച്ച് ഒത്തിരി കൂടെ പോകണമെങ്കിൽ കൂടുതൽ സമയങ്ങൾ എടുക്കണ്ടു. പലരുടെയും പെരയ്ക്കകത്ത് ആര് നിൽക്കുക? ദമ്മശേക്ക് നിൽക്കുക. തൊട്ടടുത്ത അധ്യായത്തിൽ ദമ്മശേക്കിനെ തോപ്പിച്ച അതിൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ട് കയറിയത്. പക്ഷേ ഒരുത്തനെയും പിടിച്ചോണ്ടാ ഇങ്ങോട്ട് കയറി. എന്നിട്ടോ വീട്ടിൽ നിർത്തുക എന്നുള്ളത് മാത്രമല്ല ചെയ്തത്, അടുത്ത അവകാശം ആരുടെ പേരിൽ എഴുതുക. അബ്രഹാമേ, നിന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. മെസൊപ്പൊത്താമിയയിൽ നിന്നെ വിളിച്ചത് നീ മൂഢദൈവത്തെ സേവിച്ച് കിടന്നപ്പോൾ, നീ വിഗ്രഹത്തെ ചുമന്ന് വിൽക്കാൻ നടന്നപ്പോൾ, നീ വിഗ്രഹത്തെ വണങ്ങി വന്നപ്പോൾ, അവൻ വിഗ്രഹത്തെ ആരാധിച്ചു വന്നപ്പോൾ, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തു വന്നപ്പോൾ, ഒരു വിശുദ്ധ മുള പുറത്തു വരുത്താൻ, ഒരു കൂട്ടത്തെ പുറത്തു വരുത്തുവാൻ, ഒരു നേഷനെ തന്നെ ദൈവം സൃഷ്ടിക്കാൻ നോക്കിയപ്പോൾ അബ്രഹാമിനെ ദൈവം ഓർത്തു. അവനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വലിയ പർപ്പസ്, ഒരു പദ്ധതിക്കായി ദൈവം അബ്രഹാമിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതേ അബ്രഹാമിൻ്റെ റൂട്ടിൽ ക്രിസ്തുവിൻ്റെ പുറത്തുപടലിന് തടസ്സമായി. അബ്രഹാം തന്നെ വാഗൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ദമ്മശേക്കുകാരനെ അവകാശിയാക്കും. ദമ്മശേക്കുകാരൻ്റെ പേരിലേക്ക് അവകാശം പോയാൽ ക്രിസ്തുവിന് രംഗപ്രവേശനം ചെയ്യാൻ കഴിയില്ല എന്നറിയാവുന്ന പിശാച് ക്രിസ്തുവിൻ്റെ പദ്ധതികളെ തകർക്കാൻ അവൻ രംഗത്തിറങ്ങി. ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിനെ അവൻ ലക്ഷ്യമിട്ട് പോരാടുമ്പോൾ ദൈവം അതിന് നടുവിൽ ഇറങ്ങി വരികയാണ്. നിന്നിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വെളിപ്പെടാതിരിക്കുവാൻ, നിന്നിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവിക പദ്ധതികൾ വെളിപ്പെടാതിരിക്കാൻ, നിന്റെ പുരയ്ക്കകത്തേക്ക് ചിലതിനെ കൊണ്ടുവന്ന് കയറ്റി റൂട്ട് തിരിക്കാൻ നോക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ ആത്മാവിൽ നിന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധ ജീവിതം കൊണ്ടും വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നീ ജയിക്കണമെന്ന് ദൈവാത്മാവ് പറയുക. ബുദ്ധി കൊണ്ടൊരു തീരുമാനം എടുക്കരുത്. അബ്രഹാം ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കും. പുതിയ നിയമസഭ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് വാക്യം ഞാൻ പറയും, നിസാരമായിട്ട് കാണുന്നൊരു വാക്യം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ. ദൈവത്തെ കൂടാതെ ഒരു തീരുമാനം നിൻ്റെ പുരയ്ക്കകത്ത് എന്ത് ചെയ്യരുത്, എടുക്കരുത്. നീ എടുക്കുന്നൊരു തീരുമാനം ദൈവത്തോട് ആലോചന ചോദിച്ചായിരിക്കും. നീ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ അകത്തെ പിശാചിൻ്റെ കുരുക്ക് അവൻ ഒപ്പിക്കും. ദൈവാലോചനകൾ നമ്മുടെ വീടിൻ്റെ അകത്ത് നടക്കട്ടെ. നമ്മൾ ചുമ്മാ പറയുന്നതല്ലല്ലോ. അവൻ ആലോചനയിൽ ഭയങ്കരൻ, പ്രവൃത്തിയിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മേൽ നടപ്പിലാക്കാനുള്ളതല്ല, എൻ്റെയും നിങ്ങളുടെ മേലും നടപ്പിലാക്കാനുള്ള ആലോചന അവൻ്റെ പക്കലുണ്ട്. അവനോട് ആലോചന ചോദിക്കാം. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ. അവൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് എന്തു ചെയ്യും? എന്തുകൊണ്ട് ആലോചന ചോദിച്ചുകൂടാ? 15-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ദൈവമില്ലാത്തൊരാലോചന അബ്രഹാമിൻ്റെ പുരയ്ക്കകത്ത് നടക്കുക. സ്വയബുദ്ധിയിൽ നിന്ന് ആലോചന. അതെവിടെ എത്തിച്ചെന്നറിയോ? ക്രിസ്തു പുറത്ത് വരാനുള്ള റൂട്ട് അടച്ചിട്ട് ദമ്മശേക്കിനെ കൊണ്ടൊക്കെ. എന്നിട്ട് ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഇന്ത്യ വരുന്നത്, തൻ്റെ അവകാശത്തിൻ്റെ ആധാരം മുഴുവൻ ആരുടെ പേരിൽ എഴുതുക? എഴുതുക, ഒപ്പിട്ടാൽ മതി. ഇനി ബുദ്ധി കൊണ്ട് തീരുമാനിച്ച പലതും എഴുതി വെച്ചിരിക്കുക, ഇനി ഒപ്പിട്ട് കൈമാറിയാൽ മതി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ റൂട്ടിൽ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യില്ല. കാരണം ദമ്മശേക്കിൻ്റെ വഴി ക്രിസ്തു വരുന്നില്ല. ദമ്മശേക്കിൽ വെച്ച് ചിലരെ അടിച്ച് പിടിക്കാനാണ് ക്രിസ്തു തീരുമാനിച്ചിരിക്കുന്നത്. ദമ്മശേക്ക് തന്നെയാണ് ദമസ്കോസ്.
ആ പടിവാതുക്കലാണ് പൗലോസിനെ അടിച്ചിട്ടിരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. 15 ദമ്മശ്ശേക്കിൻ്റെ വ്യാപാരം അകത്ത് നിന്നുകൊണ്ട് തന്നെ അബ്രഹാമിന് ഭയപ്പെടേണ്ട വന്നേ. ദൈവഹിതമില്ലാത്തതിനെ അകത്ത് കയറ്റിയാൽ ഹിതത്തിലേക്കുള്ള യാത്രയിൽ ഭീതിപ്പെടുത്തുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഞാനിത് വെറും പ്രസംഗം മാത്രമല്ല നടത്തുന്നത്, ശുശ്രൂഷിക്കുക മാത്രമല്ല, ചില അനുഭവങ്ങളും കൂടെ പറയും. സ്തോത്രം ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട്, സ്വയചിന്ത കൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ പിശാച് അവിടെ പലതും കൊണ്ട് സ്ഥാപിക്കും. ആവർത്തിക്കുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും. നിൻ്റെ വികുടാരത്തിലൊരു ആലോചന നടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ മുൻനിർത്തി ആലോചിക്കണം. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ കൂടാരത്തിൽ നടക്കാൻ പാടില്ലെന്നുള്ളത് തീരുമാനിച്ച് ആലോചിക്കണം. അല്ലാതെ പോയാൽ ഒരു ഇരുണ്ട കട്ടം നമ്മുടെ പുരയ്ക്കകത്തും ഉണ്ടാകും. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ മാറി എന്ന് ശുശ്രൂഷിക്കുകയല്ല, നമ്മളോടെല്ലാവരോടും ദൈവം സംസാരിക്കുന്ന ദൂത. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന എന്നോടും കൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഒരാളെ ഒഴിവാക്കുന്നില്ല. ദൈവത്തിന് തൻ്റെ സഭയോടാണ് സംസാരിക്കുക. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ വീട്ടിൽ പിറന്ന ദമ്മശ്ശേക്കാരൻ എൻ്റെ അവകാശിയാകും. അടുത്തത്, നീ എനിക്ക് പരാതി പറയുക. നിർത്ത് കേട്ടോ, നിർത്ത്, കാത്തിരിക്കെ. പരാതി ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യലും പരാതി അത് ഇരുണ്ട കാലഘട്ടം സൃഷ്ടിക്കും ജീവിതത്തിൽ. അടുത്ത വായിച്ചോ. ആ, ദാസൻ അവകാശം കൊടുക്കുന്നു. ദാസൻ അവകാശിയാകുമെന്ന് ദൈവം പറയുക. കുഞ്ഞെ, നീ ആധാരം എഴുതി ഒപ്പിട്ടവൻ്റെ കൊടുത്താലും സ്വർഗം തയ്യാർ ചെയ്തതിൻ്റെ പ്ലാൻ അതല്ല. ഞാൻ നിന്നെ വിളിച്ചതാണെങ്കിൽ നിൻ്റെ വീട്ടിൽ എൻ്റെ പദ്ധതി നടക്കത്തുള്ളൂ. നീ എഴുതിയ ആ ചീട്ട് ഞാൻ കീറിക്കളയാൻ പോവാ. അവൻ നിൻ്റെ അവകാശി. എടാ, ആകത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവമാണ് പറയുന്നെങ്കിൽ ആകത്തില്ല. ആരെല്ലാം എന്തെല്ലാം ഉടുപ്പിട്ടാലും ദൈവം തീരുമാനിച്ചാൽ ആ ഉടുപ്പ് വെറുതെയാകും. സ്തോത്രം, സ്തോത്രം. വായിച്ചോ. ആ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ. ആ ആ ആ ചുരുക്കം പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ എന്തെണ്ണിച്ചു? നമ്മുടെ മലയാള ഭാഷ നക്ഷത്രം എണ്ണിച്ചു. എന്താണ്? കൂടാരത്തിലിരുന്ന് ദൈവഹിതമല്ലാത്തത് പരാതിയും പിറുവിറുപ്പും ഉണ്ടായാൽ നമ്മൾ എന്തെണ്ണേണ്ട വരും? സ്തോത്രം. കൊണ്ടുവന്ന് നിർത്തിയിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എണ്ണിക്കോളാൻ പറഞ്ഞു. അബ്രഹാം അന്നാല് 1 2 3 4 5 6 7 8 9 10 11 100 പെടലി വേദന എടുത്തു. ചിന്തയാണേ, അവിടെ എഴുതിയിട്ടില്ല, ചിന്തയാണ്. 100 പെടലി വേദന. പുള്ളി ഉടനെ ആ ത്രികോണാകൃതി നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ആ 100 എന്ന് പറഞ്ഞിട്ട് താഴോട്ട് നോക്കി തലവേദന പെടലി വേദനയൊക്കെ മാറ്റിയിട്ട് മേൽപോട്ട് നോക്കിയപ്പോൾ തുടങ്ങിയത് എവിടെയാണ്, അവസാനിച്ചത് എവിടെയാണ്? ഇതിനാ നക്ഷത്രം എണ്ണുകയാണ്. പിന്നെയും എണ്ണുക ചിലർ. പിന്നെയും പെടലി വേദന എടുത്തിട്ട് അടയാളം വെച്ച് നിർത്തിയിട്ട് പിന്നെയും ഇറങ്ങിയത് എവിടെയാണ്? അപ്പോൾ ദൈവം പറഞ്ഞു, കൂടുതൽ എണ്ണണ്ട, മര്യാദയ്ക്ക് നിന്ന് വിശ്വസിച്ചാൽ മതി. ആ നീ എണ്ണാൻ കഴിയാത്ത രീതിയിൽ നിൻ്റെ മേലുള്ള വാക്തത്വങ്ങൾ അത്ര ഗംഭീരമാണ് സ്വർഗത്തിൽ. കടൽ തീരത്ത് കൊണ്ടുപോയി മണത്തരി എണ്ണാൻ പറഞ്ഞു. ഇവിടെ അടുത്ത കടലുണ്ടല്ലോ അല്ലേ, ഒന്ന് പോയി എണ്ണി നോക്കി. 1 പോലും എണ്ണാൻ പറ്റിയില്ല. കടൽ തീരത്തെ മണത്തരി വേർതിരിക്കാൻ പറ്റുമോ? കടൽ തീരത്ത് പോയി എണ്ണണം. 1 പോലും എണ്ണി തുടങ്ങാൻ പറ്റില്ല. 1 പറഞ്ഞിങ്ങനെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ എത്ര എണ്ണ കയ്യിലിരിക്കുന്നത്? ഇതിനെ ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റുമോ 1 പറഞ്ഞു. അതാ കടൽ തീരത്തിന് മനി. അവയെ
ഇതുപോലെ ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. എന്നിട്ട് അടുത്തത് ഇത്രയും വാക്യം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് കിട്ടും. പക്ഷെ അടുത്തത് തലകുത്തി മറിയുക. വായിച്ചു. ആ ആ ആ ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂട്ടിക്കൊണ്ടുവന്നു. വിളിച്ചു വേർതിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് ദൈവം എന്ത് ചെയ്തു? ഓ, അത് തന്നെയാണ് നമ്മുടെ മേലും. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഒഴിച്ച് അനുസരണമുള്ളവനായി താഴ്ത്തി ഭൂമിയിൽ വന്ന് പാതാളത്തിൽ വന്ന് കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ ഇറങ്ങി വന്ന ഒരുവൻ, അവനെ ആരാധിക്കാൻ ലഭിച്ച, അവനെ തിരിച്ചറിയാൻ ലഭിച്ച, അവനെ സ്നേഹിക്കാൻ ലഭിച്ച, അവനെ സേവിക്കാൻ ശ്രമിച്ച അവസരമൊരുക്കിയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മെ ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം. ഇനി പറ, ദൈവത്തെ വിട്ട് പിരിയാൻ പറ്റുമോ? ഈ ദൈവത്തെ വിട്ട് എങ്ങനെ പിരിയാൻ പറ്റും? ആമേൻ. ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എവിടുന്ന്? മെസൊപ്പൊത്താമിയയിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ദൈവമക്കളെ, കല്ലിൻ്റെ മണ്ണിൻ്റെ മുൻപിൽ വെളിവില്ലാത്ത ആരാധനകൾക്കകത്ത് നിന്ന് ഒരു വിധത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത മരണപാതാളങ്ങളിൽ നിന്ന് യേശു ഇറങ്ങി വന്ന് നമ്മെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നു. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. വീട് തന്നതിനല്ല സ്തുതിക്കേണ്ടത്. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന്, പാപത്തിൻ്റെ ചെളിക്കുണ്ടത്ത് നിന്ന്, ശാപത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവൻ ക്രിസ്തു ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അകത്തെ എന്നെ ആക്കി വെച്ചതോർത്ത്, പുത്രൻ്റെ രാജ്യത്തിൻ്റെ അകത്തെ എന്നെ ആക്കി വെച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്നേഹമാണ് നിത്യതയിലെ സ്നേഹം. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിയില്ലേ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, ഓ കർത്താവേ, യാചന നൽകണമേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. അടുത്തത് വായിച്ചേ. ആ വിശ്വസിച്ചവൻ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. അബ്രഹാം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തെ എന്ത് ചെയ്ത്, നിൻ്റെ മക്കൾ നിനക്ക് പകരം ഇരിക്കുമെന്നാണ്. നീ എന്ത് കാണിക്കുന്നോ അവരെന്ത് ചെയ്യും? കാണിക്കും. സ്തോത്രം. നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ നിൻ്റെ മക്കൾ എവിടെ പോയാലും ചൂണ്ടായിട്ട് പിടിച്ചു കൊണ്ടുവരും ദൈവം. താടിക്ക് കൊളുത്തിടും ദൈവം.
പിടിച്ചു കൊണ്ടുവരും. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ചില ചൂണ്ടയിടാൻ പോവുക, ചിലനെ പിടിച്ച് ദൈവം കൊണ്ടുവരാൻ പോവുക. പരിശുദ്ധാത്മാവ് പ്രവചന ദൂതായി വിളിച്ചു പറയുന്നു, കരയുന്ന ചില വിഷയങ്ങളുടെ താടിയിൽ ദൈവം ചൂണ്ടയിടാൻ പോവുക. നിന്നോടൊപ്പം ഇതിൻ്റെ അകത്തുകൊണ്ട് പിടിച്ചിരുത്താൻ. പ്രാർത്ഥന നിർത്തരുതേ, പ്രാർത്ഥന തുടർന്നു വേണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദേശത്തെ ആത്മാക്കൾ വിടിവിക്കപ്പെടാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ വിടിവിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന സഭയാണെങ്കിൽ ദേശത്ത് ചിലരുടെ താടിയെല്ലിനെ ദൈവം ചൂണ്ടയിടാൻ പോയാ രക്ഷിക്കപ്പെട്ട് അകത്തേക്ക് കൊണ്ടുവരാൻ, സ്നാനക്കടവിലേക്ക് ചിലരെ ചൂണ്ടയിട്ട് ദൈവം പിടിക്കാൻ പോകുക. ദൈവം വിടില്ല. ആമേൻ. ദൈവദാസന്മാരുടെ കണ്ണുനീർ, ദൈവസഭയുടെ കണ്ണുനീർ നരകത്തിൽ നിന്ന് ചിലരെയും കൂടെ വീണ്ടെടുക്കാനാണെങ്കിൽ ചില ചൂണ്ട ദൈവം ദേശത്തിൻ്റെ നാലുവിക്കിലേക്കും എറിയാൻ പോകുകയാണ്. 2025 ചിലരെ ഇതിൻ്റെ അകത്ത് കൊളുത്തിട്ട് പിടിച്ച് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം വേർതിരിക്കാൻ പോകുകയാണ്, നിത്യതയ്ക്കായിട്ട്. ഇന്ന് സഭയിലെല്ലാ ആളുകൾ ആത്മാക്കൾ വരുന്നില്ല. എന്നാണെന്നറിയോ? എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ സഭയിൽ ആൾ പറഞ്ഞതെന്നാ. അത് നിർത്തുന്നതിനായി സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ചിലർ വിടിവിക്കപ്പെടണം, നിത്യജീവൻ ചിലർ പ്രാപിക്കണം. അതാണ് ആത്മഭാരമുള്ളവൻ്റെ ചിന്ത. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ സഭയോട് പറയാം, ചിലരെ ദൈവം ചൂണ്ടക്കൊളുത്തിൽ ഉടക്കാൻ പോകുകയാണ്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചു, പ്രാർത്ഥിച്ചു. 2025 പുതിയ ചില ആളുകളെ ചൂണ്ടയിട്ട് രക്ഷയിലേക്കും അവിടുന്ന് ക്രിസ്തുവിനെ ധരിക്കുന്ന സ്നാനത്തിലേക്കും ദൈവം നയിക്കാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ചോദ്യം, ഞാൻ എന്തോന്നിനാൽ? അത് തന്നെയല്ലേ മലാഖി ചോദിച്ചേ? നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ എന്തോന്നിനാൽ? അപ്പനൊറ്റയ്ക്ക് ഇത് ചോദ്യം ചെയ്തപ്പോൾ തലമുറ മുഴുവൻ എന്ത് ചെയ്തു? ദൈവത്തെ ചോദ്യം ചെയ്തു. എന്തോന്നിനാൽ? ഇത് ഞാൻ അറിയും. ഈ ഒരൊറ്റ ചോദ്യം കുഴപ്പിച്ച ചോദ്യമാണ്. ദയവ് ചെയ്ത് ഞാൻ 2 കൈ തൊഴുത് പിടിച്ച് പറയാം, ദൈവത്തെ ചോദ്യം ചെയ്യരുത്. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചോദിക്കണ്ട. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ മാറില്ല. അതെങ്ങനെയാണ് നിറവേറ്റുന്നത്? അത് നടക്കുമോ? എൻ്റെ സാഹചര്യം ഇതൊന്നും ദൈവത്തിന് കേൾക്കണ്ട. നീ പറഞ്ഞാലാണ് നിൻ്റെ സാഹചര്യം അറിഞ്ഞ് നിന്നെ ഈ സാഹചര്യത്തിനത് ജനിപ്പിച്ചത് അവനാണെങ്കിൽ അവൻ പൊട്ടനല്ല കേട്ടോ. ദൈവം ഒരു പൊട്ടനാണെന്ന് ചിന്തിച്ച് ദൈവത്തെ ചോദ്യം ചെയ്യരുത്. അവിടെ ഇവിടെ ഇരിക്കുന്ന തൂണിലും തുരുമ്പിലുമൊക്കെ ഇരുത്തിയിരിക്കുന്ന പൈശാചിക ശക്തിയെപ്പോലുള്ള ആളല്ല ദൈവം. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നിന്നോട് പറയാതെ തന്നെ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പദ്ധതിയിട്ടുണ്ട്. നിൻ്റെ ആവശ്യങ്ങളെ നിങ്ങൾ പറയാതെ തന്നെ അറിയുന്ന ഒരുവനാണ് ദൈവം. പിന്നെ നീ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. പലപ്പോഴും പ്രവൃത്തി വെളിപ്പെടാത്തത് എന്നിലും നിങ്ങളിലും അവിശ്വസ്തതയുള്ളത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിന് ഊനമുള്ളത് കൊണ്ടല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്, എനിക്ക് കുഴപ്പമുള്ളത് കൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ആമേ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യും. ആമേ. ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ ദൈവം എന്നെ അടുത്തത് ഒരു ഇരുണ്ട കട്ടം ദൈവം ഇടുകയാണ്. വായിച്ചു ആ കട്ടം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും വിവരിക്കുന്നില്ല. താഴോട്ട് വായിച്ചു. റാഞ്ചൻ അബ്രാം അവയെ ഇപ്പം ഉടമ്പടിക്കെതിരെ ഇടയ്ക്ക് എന്തും കൂടെ ചെയ്യുക, ആട്ടും കൂടും. അതിനൊരു യാഗമായി വിശേഷിപ്പിച്ചാൽ ആ യാഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഉയർത്തി നോക്കി. ഒരു കൈ കൊണ്ട് യാഗം നടക്കുക. പക്ഷിയും ഈ മൃഗത്തെ ആടിനെയൊക്കെ എന്ത് ചെയ്യുക? യാഗം കഴിക്കുക. മറുകൈ കൊണ്ട് ഹോ ഹോ
കോൺസെൻട്രേഷൻ ദൈവികതയിൽ വരുന്നില്ല. പപ്പാതിയായി. ഇപ്പം പലരും അങ്ങനെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. ശരീരം ഇവിടെ ഇരിക്കുന്നെങ്കിൽ മനസ്സ് വേറൊരു സ്ഥലത്താണ്. റാഞ്ചം പക്ഷി ഇറങ്ങിയോണ്ടാണ്. റാഞ്ചം പക്ഷി ഇറങ്ങിയവർക്ക് ദൈവസന്നിധി എന്ന കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. അവൻ പല ചിന്തയാണ്. അയ്യോ എങ്ങനെയല്ലോ തീർന്നാൽ മതി, വേഗം വീട്ടിൽ ചെന്ന് ഗ്യാസ് ഓഫാക്കിയോ അറിയത്തില്ല, പശുവിനെ കിട്ടിയോ, ആടിനെ കിട്ടിയോ, പുല്ലി എത്തിയിട്ട് കൊടുത്തോ, അതൊക്കെ അവിടെ എന്നെ അടുപ്പത്ത് വെച്ചോണ്ടോ. കാരണം റാഞ്ചം പക്ഷി ഇറങ്ങിയിരിക്കുക. പാതി ഇവിടെയും പാതി വേറെ സ്ഥലത്തും. അത് നിൻ്റെ ദൈവത്തെ നീ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ അപമാനിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവിൽ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു സ്ഥലത്ത് പൂർണ്ണ സ്നേഹത്തിൽ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. നിൻ്റെ ശരീരം എവിടെ ഇരിക്കുമ്പോൾ നിൻ്റെ മനസ്സ് വേറൊരു സ്ഥലത്ത് പോരുത്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനോ സ്റ്റാലിനോ വന്നാൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കുക. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സ് പോകല്ലേ. ദൈവത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരും. അബ്രഹാം ഇപ്പം 2 രീതിയിലേക്ക് ഒരു ഉടമ്പടിക്കകത്ത്, ഒന്ന് റാഞ്ചം പക്ഷി ആട്ടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഉടമ്പടി നടപ്പിലാക്കുന്നു. എന്തുണ്ടായി വായിച്ചോ. ഒരു അടുത്തത് കൂരിരുട്ടും. വായിച്ചേ. അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. ഒരു 400 ഇരുണ്ട ഘട്ടം. ഈജിപ്ഷ്യൻ പ്രവാസം എന്ന് പറയുക അതിന്. 400 ഇരുണ്ട ഘട്ടം. നിന്റെ സന്തതി ഉണ്ടോ അവിടെ? ഒരു 400. ഒറ്റ ചോദ്യം ചെയ്യില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ലോകം മുഴുവൻ ഇടിഞ്ഞു വീണാലും അവനത് നിർവഹിക്കുന്ന വിശ്വസിക്കേണ്ടതിന് പകരം ചോദ്യം ചെയ്താൽ ഒരു ഇരുണ്ട ഘട്ടം വീട്ടിൽ വെച്ച് തരും. അതുകൊണ്ട് ഈ സഭായവും കഴിഞ്ഞ് തീരുമാനം എടുത്ത് പോകണം. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യില്ല, ഞാൻ പിറുപിറുക്കില്ല, ഞാൻ അതും ഇതും പറയില്ല. ദൈവത്തോട് ഞാൻ വിശ്വസ്തനായി നിന്നാൽ അവൻ തൻ്റെ വാക്കുകളിൽ നിന്ന് മാറില്ല. ആ ഉറപ്പോടെ കൂടെ പോകണം. പിറുപിറുക്കൾ അവസാനിപ്പിക്കട്ടെ, ചോദ്യം ചെയ്യലുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവത്തോടെ അനാവശ്യമായി മനുഷ്യനെ പോലെ ദൈവത്തോട് ഇടപെടരുത്. ഞാനും നിങ്ങളും തമ്മിൽ ഇടപെടുന്ന പോലെ ദൈവത്തോട് നമ്മൾ ഇടപെടരുത്. നമ്മൾ തമ്മിലൊരു ഇടപാട് നടത്തിയാൽ അതിന് തെളിവ് വേണം, രേഖ വേണം, മുദ്രപത്രം വേണം. അതുപോലെ ദൈവത്തോട് ഇടപെടരുത്. ദൈവം തൻ്റെ വാക്കുകളിൽ നിന്ന് മാറില്ല. അവൻ വാക്ക് മാറാൻ അവൻ മനുഷ്യനല്ല, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. അവൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസ്തയോടെ നിന്നാൽ അവൻ അത് ചെയ്യും. ദൈവം പറഞ്ഞതിൻ്റെ മേൽ ഏത് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും ദൈവം തീരുമാനിക്കും. നീ അതിനുവേണ്ടി ഒരുങ്ങിയാൽ മതി. നീ അതിനുവേണ്ടി ഒരുങ്ങിയാൽ മതി. ഞാൻ തിരിച്ചു വരുന്നു, മലാഖിയിലേക്ക് തിരിച്ചു വരാം. മലാഖി ആദ്യ ഭാഗം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അരുളപ്പാടെന്നാ? സ്നേഹിക്കുന്നു. ഈ അരുളപ്പാടിന് മുകളിൽ ഏത് അരുളപ്പാടോ? ഏറ്റവും വലുതേതാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ? വലുത് കിട്ടിയാൽ പിന്നെ എന്തിനാണോ സംശയിക്കുന്നത്? സ്തോത്രം. നീങ്ങിപ്പോകാത്ത ഒന്ന് അരുളി ചെയ്തിരിക്കുക. സ്തോത്രം. ഉദാഹരണം,
1 കോടി രൂപ കൊണ്ടുവന്ന പെട്ടിയാണോ വലുത്, 1 കോടി രൂപയാണോ വലുത്? 1 കോടി രൂപയാ വലുത്. സ്തോത്രം. പക്ഷെ നമുക്കിപ്പോൾ എന്താ വലുത്? പെട്ടിയാ വലുത്. അവിടെ വാളിപ്പോയെ. പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നു. അതോടുകൂടെ സകലതും. അപ്പം നമുക്ക് പ്രധാനം ഏതാ? പുത്രനല്ല, പൊതിഞ്ഞു വിട്ട സകലതും ആവശ്യം. സകലതും നൽകുക എന്ന് പറഞ്ഞിട്ടില്ല. അത് വന്നില്ലല്ലോ, അത് വന്നില്ലല്ലോ. വലിയത് പുത്രനല്ലേ? സ്തോത്രം. ഈ തിരിച്ചറിവുണ്ടാകണം. 1 കോടി രൂപ എന്ന ബോക്സ് അല്ല വലുത്, 1 കോടി രൂപയാണ് വലുത്. അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമാണെങ്കിൽ ദൈവസ്നേഹത്തെക്കാൾ അപ്പുറത്ത് എന്താ ഉള്ളത്? തിരിച്ച് നീ പറയേണ്ടതെന്നാ? തിരിച്ച് പറഞ്ഞാൽ പോരാ. ദൈവം പറയത്തേ ഉള്ളൂ, നമ്മൾ പറഞ്ഞാൽ പോരാ. നാം തിരിച്ചു സ്നേഹിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേർ പഠിപ്പിക്കുന്ന പരിപാടിയല്ല. ഐ ലവ് യു ജീസസ് അല്ല. ദൈവത്തിന് വാക്കാൽ പറയാം സ്നേഹിക്കുന്നു എന്ന്, പക്ഷെ ദൈവത്തെ തിരിച്ച് ഐ ലവ് യു ഗോഡ് എന്ന് പറഞ്ഞാൽ പോരാ. തിരിച്ചു സ്നേഹിക്കുന്നത് പ്രവൃത്തിയിൽ കൂടെയാ, പ്രമാണത്തിൽ കൂടെയാ. അത് തിരിച്ച് കിട്ടിയിരിക്കണം. ആ പ്രമാണം വ്യതിചലിച്ചാൽ നീ അവനെ സ്നേഹിക്കുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുള്ള തെളിവെന്നാ? എടുത്തു. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ താട്ട് വായിക്കാം. ദൈവം സ്നേഹിച്ചാൽ തിരിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. എൻ്റെ കുഞ്ഞുങ്ങളെ, സഭയോടാ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ? നമ്മൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ പാപം പുറത്തേക്കുന്നവൻ്റെ കാര്യമല്ല, സഭയെയാണ് കുഞ്ഞുങ്ങളെന്ന് വിളിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ ഒരുത്തൻ അബദ്ധവശാൽ പാപം ചെയ്തുവെങ്കിലോ നിങ്ങൾ സ്വയനീതീകരണം നടത്തരുത്. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, അതങ്ങനെയൊന്നുമല്ല, അതിങ്ങനെ വന്ന ഇങ്ങനെയൊന്നും ദൈവത്തിനറിയാം. അങ്ങനെ വന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ കിടന്ന് ഒന്നും പറയാണ്ട്. ദൈവത്തിനറിയാതെ എന്തുകൊണ്ട് സംഭവിച്ചത്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് സ്വയനീതി. പിന്നെ കൂടെ നിൽക്കുന്നവരും നീതീകരിച്ചാൽ നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല? നീതിമാനാകത്തില്ല. അതിലുള്ള വാക്യം പറയുന്നു, വായിക്കണ്ട. യാതൊരു കുറ്റത്തെക്കുറിച്ചും നിനക്ക് ബോധം വരുന്നില്ലെങ്കിലും നീ നീതിമാനാകുന്നില്ല. വേദപുസ്തകത്തിലെ വാക്യമാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു വിട്ടെ. യാതൊരു കുറ്റത്തെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന എനിക്കും ബോധം വരുന്നില്ലെങ്കിലും ഞാൻ നീതിമാനാകുന്നില്ല. എന്നിൽ നീതി നടപ്പിലാക്കുന്നത്, ഉറപ്പിക്കുന്നത് ദൈവം മാത്രമാണ്. കാരണം നീതിമാനാരുമില്ല, ഒരുത്തം പോലുമില്ല എന്ന് പറഞ്ഞ് ലോകത്തിലെ ജനതയെ മുഴുവൻ അനീതിയിലേക്ക്, പാപത്തിലേക്ക് തള്ളിവിടുമ്പോൾ നീതിമാനായി ഒരുത്തൻ അവതരിച്ചിട്ട് അവൻ തൻ്റെ നീതി ക്രൂശിൽ വെളിപ്പെടുത്തി അവൻ്റെ നീതിയാൽ നമ്മെ നീതീകരിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കിയെങ്കിൽ നമുക്ക് സ്വയനീതി വേണ്ട, അടുത്തു നിൽക്കുന്ന ആളുടെ ജഡീക സ്നേഹം കൊണ്ടുള്ള നീതി വേണ്ട. നമ്മെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. നമുക്ക് ലഭിക്കേണ്ട നീതി ദൈവത്തിൻ്റെ പക്കൽ. ഞാനിനി വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവി ചോദിക്കുന്നു, നിന്റെ വിഷയത്തിൽ ദൈവം നീതി തരുമോ? തരുമോ? ദൈവം നിന്റെ അടുത്ത് വന്നിട്ട് പറയുമോ, ഞാനിവൻ്റെ നീതിയാണ് എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു വിശുദ്ധ ജീവിതമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഒപ്പം ജഡത്തിൽ സ്നേഹിക്കുന്നവരുടെ നീതീകരണം കൊണ്ടോ നിങ്ങളുടെ സ്വയനീതി കൊണ്ടോ വിശ്വാസ ജീവിതത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. മൂടി വെച്ചതൊന്നും വെളിയെ വരാതിരിക്കില്ല.
ദൈവമുമ്പാകെ ദൈവം നീതീകരിച്ചെടുത്ത് തല ഉയർത്തി നിൽക്കാൻ കഴിയണം. അല്ലാത്തൊരു നീതിയും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് ഒരിക്കലും ആരോടും ചോദിച്ചറിയണ്ട. ദൈവത്തിന് ജോബ് പാസ്റ്ററെക്കുറിച്ച് സുധീർ ബ്രദറിനോടോ ശശിചാനോടോ ദേവദാസനോടോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനറിയാം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്. അതിലെന്നെ ഞെട്ടിച്ചൊരു ഭാഗം നമ്മൾ സിമ്പിളായി പറഞ്ഞു കൊടുന്ന, ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ അവൻ എന്ത് ചെയ്യുന്നു. അതിനാ ഈ ഉൾപ്പൂവിൻ്റെ അകത്തിരിക്കുന്നത് എന്നാണെന്നറിയോ? ഉൾപ്പൂ, ഹൃദയത്തിൻ്റെ ഉൾപ്പൂ എന്ന് പറഞ്ഞാൽ നാളെ നീ ചെയ്യാനിരിക്കുന്ന കാര്യം എന്താണെന്ന് നീ അറിയുന്നില്ല, അത് ഇന്ന് ദൈവത്തിനറിയാം. നീ നാളെ ചെയ്യാനിരിക്കുന്ന കാര്യം ഇന്നറിയാവുന്നവനാ ദൈവം. അപ്പം അവൻ്റെ മുമ്പിൽ ഒന്നും മറവല്ല, സകലവും നഗ്നവും മലർന്നതുമാണ്. നിരൂപണങ്ങളെ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. സ്വയനീതി വേണ്ട. തെറ്റു പറ്റിയെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധി പറയണം, എനിക്കിന്ന വിഷയത്തിൽ തെറ്റു പറ്റി, ഞാൻ ദൈവനാമത്തിൽ ദൈവത്തോടും ദൈവസഭയോടും ദൈവദാസന്മാരോടും ക്ഷമ ചോദിക്കുന്നു. മനുഷ്യരോട് നിരക്കേണ്ടത് മനുഷ്യരോടും, ദൈവത്തോട് നിരക്കേണ്ടത് ദൈവത്തോടും നിരക്കണം. സ്വയനീതി എത്ര നാൾ വരെ? ദൈവത്തിൻ്റെ വിധി വിസ്താരത്തിൻ്റെ മുമ്പിൽ സ്വയനീതി വിലപ്പോകില്ല. ഇവിടെ പലരും നമ്മളെ വിശ്വസിക്കും, ഇവിടെ പലരുടെയും കണ്ണിൽ നമുക്ക് പൊടിയിടാം. പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പൊടിയിട്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ്റെ മുൻപിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ സാക്ഷി കൂടാതെ വിധി പറയാൻ കഴിയുന്നവൻ, കാര്യങ്ങളെ അറിയുന്നവൻ, നിന്റെ ശ്വാസത്തെക്കാൾ അടുത്ത് നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി ആ ഭാഗം താഴോട്ട് വായിച്ചാട്ടെ. പിതാവിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടെന്ന് അറിയിക്കുകയാണോ? അല്ല, നീ അവൻ്റെ അടുക്ക ചെല്ലണമെന്ന്. പാളിച്ച് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ ചെന്ന് പരിഹരിക്കണം. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ചെയ്തിട്ട് എല്ലാ ആഴ്ചയിലും ചെന്ന് എല്ലാ ആഴ്ചയിലും ചെയ്ത് പിന്നെയും ചെയ്യുന്നു അല്ല. ലംഘനങ്ങളെ മറയ്ക്കാതെ അവയെ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അടുത്ത ആഴ്ച ചെയ്യരുത്. ഉപേക്ഷിച്ചതായി വിടുന്നു. അടുത്തത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക്. ഇത് സഭയോടാ സംസാരിക്കുന്നുള്ള തെളിവ് അടുത്ത വാക്കിലാണ് കിടക്കുന്നത്. വായിച്ചു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തെ രക്ഷിക്കപ്പെടാത്തവരുടെ പാപത്തിനും കൂടെ. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ച ആരോടായിരുന്നു? സഭയോടായിരുന്നു. അപ്പോൾ ഇതേ കാര്യം തന്നെ ലോകജനത അറിയണം, അവർക്കും പാപത്തിന് പരിഹാരമുണ്ടെന്ന്. വായിച്ചു. ഒരാൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ്. മത്തായിക്കും മറിയാമയ്ക്കും ജനിച്ച് ചാക്കോച്ചൻ എന്ന് പേരിട്ടപ്പോൾ അപ്പനും അമ്മയും യേശുവിൻ്റെ അടുക്ക് യേശുവിനെ പറയുന്ന പള്ളിയിൽ പോയപ്പം അതുകൊണ്ട് ഞാനും യേശുവിനെ അറിഞ്ഞെന്ന് പറയുന്ന അറിവല്ല. അങ്ങനെ ഒത്തിരി പേർക്കറിയാം. അതിന് പാരമ്പര്യമെന്ന് പറയും. അതൊക്കെ മടക്കി പോക്കറ്റ് വെച്ചു. നമ്മളൊക്കെ ചിന്തിച്ച്, എൻ്റെ വലിയപ്പച്ചൻ പള്ളിയിലച്ഛനായിരുന്നു, ഫാദറിൻ്റെ പിതാവ്. അപ്പോൾ ചെറുപ്രായത്തിൽ ഈ തിരിച്ചറിവായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേ ചിന്തിച്ചത് ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ ആരാധിക്കുന്ന. പക്ഷേ 12 വയസ്സ് സെൻട്രൽ സ്കൂൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ക്രിസ്ത്യാനിയല്ല, പാപിയാണ്. ഒരു പാപിക്കൊരിക്കലും ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പദ്ധതിയിലേക്ക് എപ്പോൾ ചുവട് വെക്കുക, അപ്പോൾ മാത്രമേ അവൻ ക്രിസ്ത്യാനിയാകുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. അതിന് ലോകത്തിൽ ആരാ പാപപരിഹാരത്തിൻ്റെ മുമ്പിൽ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന യേശുവേ ഞാൻ പാപിയാണ്, അങ്ങൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ ഹൃദയം കൊണ്ട് അങ്ങേ വിശ്വസിക്കുന്നു, വായ് കൊണ്ട് നീതിക്കായി ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് വാ കൊണ്ട് പ്രസ്താവിക്കുമ്പോൾ ആ നിമിഷത്തിൽ അവനെ നീതീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് പുതുതായി ജനിച്ച് അവൻ ക്രിസ്തുവിനെ സേവിക്കുന്ന ക്രിസ്ത്യാനിയാകും. അല്ലാത്ത ആരും ക്രിസ്ത്യാനികളല്ല.
ഇനി ക്രിസ്ത്യാനിറ്റി തുടരണമെങ്കിൽ കൽപ്പന പ്രമാണിക്കുന്നവന് മാത്രമേ പറ്റത്തുള്ളൂ. ആമേ. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഭാഗത്തിലേക്ക് വരുന്നു. വായിച്ചു. ആ അവനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ. അവൻ കൽപ്പന പ്രമാണിക്കാത്തവൻ ആരാ? കള്ളൻ, കള്ളി. കള്ളെന്ന് മാത്രം പറയുമ്പോൾ ആണുങ്ങളുടെ കാര്യമാണെന്ന് സഹോദരിമാർക്ക് തോന്നിയാലോ? കൽപ്പന പ്രമാണിക്കാത്തവരെല്ലാം ആരായാലും കള്ളനാണ്, കള്ളിയാണ്. ആരുടെയും പറമ്പിൽ നിന്നൊന്നും ഒരു ഓലക്കീറ് പോലും എടുക്കേണ്ട കള്ളിയാകണമെങ്കിൽ. രക്ഷിക്കപ്പെട്ട നീ കൽപ്പന പ്രമാണിക്കുന്നില്ലെങ്കിൽ സ്വർഗം നിന്നെ വിളിക്കുന്ന പേര് കള്ളിയെന്നും കള്ളനെന്നുമാണ്. വായിച്ചോ. സത്യം അവനിലില്ല. തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവ് വചനം പ്രമാണിക്കുക. ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞാൽ സ്വർഗം ചിരിക്കൂല, സ്വർഗം ചലിക്കൂല. വചനം പ്രമാണിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നീയാണ് തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇസ്രായേലിനുള്ള യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇസ്രായേലിന്റെ തിരിച്ചു ചോദ്യം, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ഏതിനാൽ അറിയും എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവൻ തിരിച്ചു ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത, അവൻ ന്യായപ്രമാണം കൊണ്ടും ദൈവത്തിന് സ്നേഹം കൊടുക്കാൻ കഴിയാത്ത ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ തള്ളിവിടുകയാണ്. വെറുതെ ദൈവത്തെ ചോദ്യം ചെയ്ത് തിരിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രമാണം കൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്കുണ്ടാക്കി കൊടുക്കുന്നൊരു ഘട്ടമാണ് ഇരുണ്ട കാലഘട്ടം. സ്തോത്രം. 400 വർഷം ഇസ്രായേൽ എവിടേക്ക് പോയി? ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയി. മൂഢദൈവത്തെ സേവിക്കുന്നവന് കുഴപ്പമില്ലായിരുന്നു, അവനത് തുടർന്ന് വരിക ജാതികൾ. പക്ഷേ ഇരുണ്ട യുഗം അനുഭവിച്ചത് ലോകം മുഴുവനല്ല, ദൈവത്തെ പ്രമാണം അനുസരിച്ച് ആരാധിക്കാത്ത ഇസ്രായേലായിരുന്നു. ചിലർ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് കർത്താവേ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്? പലപ്പോഴും പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ചില ഇരുട്ടിൻ്റെ അവസ്ഥകൾ നിൻ്റെ പുരയ്ക്കകത്തേക്ക് വരികയാണ്. നമുക്ക് ഇന്ന് രാത്രി പറയാം, ഇന്ന് പകൽ പറയാം, കർത്താവേ ഞാൻ പൂർണ്ണമായി എൻ്റെ കുറവുകൾ ഏറ്റുപറയുകയാണ്. നിനക്ക് ഹിതമല്ലാത്ത ആമേ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പാസ്റ്ററെ പേടിച്ചിട്ട് ആരും വിശ്വാസിച്ചമയരുത് കേട്ടോ. നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാരെ പേടിച്ചിട്ട് നിങ്ങൾ വിശ്വാസിച്ചമയരുത്. നീയും ദൈവവും തമ്മിൽ പിരിയാത്തൊരു ബന്ധത്തിൻ്റെ അടിത്തറയിൽ വേണം. ദൈവത്തോടാണ് നാം ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ദൈവത്തോടാണ് നാം വാക്ക് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനോടല്ല. പിരിയാത്തൊരു ബന്ധത്തിൻ്റെ ഉടമ വാക്ക് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടാണ്. നമുക്ക് കാര്യം ബോധിപ്പിക്കേണ്ട ദൈവത്തോടാണ്. ആ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സ്നേഹിക്കുന്നത് അവൻ വെറും പ്രകടനം കൊണ്ടല്ല, വചനം പ്രമാണിക്കുന്നതിൽ കൂടാണ് അവനെ സ്നേഹിക്കുന്നത്. ഞാൻ വാക്യം ചേർത്ത് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ തിരിച്ച് കർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ചോദ്യം ചെയ്തുകൊണ്ട് ആത്മാർത്ഥ സ്നേഹം തിരിച്ച് തിരുവഴുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ തെളിയിക്കാൻ പോവാം. വായിച്ചോ. അല്ലല്ല, ഇനി തിരിച്ചു പോകാം മലാഖിയിലേക്ക്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വായിച്ചേ, ശരിക്കും വായിച്ചേ. ഏശാവ് എന്നാ ഈ ഇത്രയും കാര്യം പറഞ്ഞു വന്നിട്ട് നേരെ ഏശാവിലേക്ക് വരിക, യാക്കോബിലേക്കും വരിക. നമുക്ക് വായിക്കുമ്പോൾ പിടി കിട്ടത്തില്ല പെട്ടെന്ന്. മുകളിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന അരുളപ്പാട്, തിരിച്ചവർ ചോദിക്കുന്നു, നീ ഞങ്ങളെ എന്തോന്നിനാൽ സ്നേഹിക്കുന്നു, ഞങ്ങളെങ്ങനെ അറിയും? തൊട്ടു താഴെ
ഏശാവിനെയും യാക്കോബിനെയും കൊണ്ടുവരുന്നു. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്, ആ കാര്യം അറിയണം. ഒന്നും കൂടെ വായിച്ച്. ആ ആ ഇതന്നെ ഇടപാടാ. എങ്കിലും ഞാൻ യാക്കോബിനെ. അപ്പോൾ ഏശാവിനോട് ദൈവത്തിന് സ്നേഹമില്ലേ? എന്ത് പറ്റി? ദൈവത്തിൻ്റെ മുഖപക്ഷമുണ്ടോ? ഏശാവിനോട് ദൈവത്തിന് സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ദൈവം ആ സ്നേഹം പിൻവലിച്ചു. ഒരുത്തനെ മുടിച്ചുകൊണ്ടൊന്നും മറ്റൊരുത്തനെ ചെയ്യണം ദൈവം തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവൻ നന്നാവില്ലെന്ന് കാണുമ്പോൾ അവനോടുള്ള സ്നേഹം ദൈവം പിൻവലിക്കുക. അവനെ അറിയാം ദൈവത്തിന്. ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവസ്ഥിതിയനാണ്. ദൈവത്തിനറിയാം. നമ്മുടെ നാളകളെ ആർക്കറിയാം? അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഹൃദയം എന്നാണെന്നറിയോ? നിഷ്കളങ്ക ഹൃദയം. ഒരു ദൈവ പൈതലിന് ആവശ്യം നിഷ്കളങ്ക ഹൃദയം. കർത്താവ് നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത് തന്നെ അതിനു വേണ്ടിയാണല്ലോ. എഫേസ്യലേഖനം പറയുന്നത് എന്നാ? ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. ഹൃദയം നിഷ്കളങ്കമാകാതെ ഒരിക്കലും ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. ഇനി വിവരണം കൂടാതെ അത് കണക്ട് ചെയ്യാം. അബ്രഹാമിൽ നിന്നൂടെ ക്രിസ്തു വെളിയിൽ വരുന്നതിന് മുമ്പേ ഇസഹാക്ക് പുറത്തു വരുമ്പോൾ, ഇസഹാക്ക് എന്ന പേര് പറയുന്നത് ഗലാത്യ ലേഖനം പറയാം, നിന്റെ ജഡസന്ധതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ച് അത്ര ഞാൻ പറയും. അപ്പോൾ ഇസഹാക്കിൻ്റെ റൂട്ടിൽ ക്രിസ്തു പുറത്തു വരുമ്പോൾ ദൈവം അവിടെ പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ കാര്യം ശ്രദ്ധിച്ചോണം. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. വാഗ്ദത്തം ജനിക്കണമെങ്കിൽ, ദൈവപദ്ധതികൾ നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. നിഷ്കളങ്കരെ ദൈവം ഓർക്കും. നിഷ്കളങ്കതയിലാണ് നീതി വസിക്കത്തുള്ളൂ. നിഷ്കളങ്കതയില്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ചിലർക്ക് ഒരു നിഷ്കളങ്കതയില്ല. എന്തേലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി, പിന്നെ കുറച്ച് നാളത്തേക്ക് മിണ്ടില്ല. അതിൻ്റെ ഭാവം കാണിച്ച്, വേഷം കാണിച്ച്, അത് നമ്മുടെ ദേഹീല സ്വഭാവമാണ്. അതിനെ വെട്ടിക്കളയണം. ശത്രുവിനോട് പോലും നമുക്ക് മുഖം കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരോട് മുഖം കാണിക്കും? ഇതിൻ്റെ അകത്ത് വന്നിട്ട് വൃത്തികേട് കാണിച്ചിട്ട് നന്നാകാത്ത പോകുന്നവനോട് മാത്രം അകന്ന് നിന്നാൽ മതി. ഇതിൻ്റെ അകത്ത് വന്ന് എല്ലാം കേട്ടിട്ടും അറിഞ്ഞിട്ടും മര്യാദയ്ക്ക് ജീവിക്കാതെ വൃത്തികേട് അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നവനോട് വഷളന നിന്ദനാണണം. അല്ല, നിസാര കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതെ സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ അതിനുശേഷം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നീതിമാന്മാർ തമ്മിലുണ്ടായ എല്ലാ ഇടർച്ചകളും പറഞ്ഞ് പരിഹരിക്കണം. അതിന് ഞാൻ എഫർട്ട് എടുക്കണം. ഞാൻ എഫർട്ട് എടുക്കണം. പാസ്റ്റർക്ക് എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് നിരക്കണം. അതൊക്കെ ദൈവമുമ്പാകെ മാർക്കാണ്. എന്നാൽ വൃത്തികേട് കാണിക്കുന്ന, അറിഞ്ഞുകൊണ്ട് വൃത്തികേട് കാണിക്കുന്ന, കൂടെ ശാസന കേട്ടിട്ടും മനസ്സിലാക്കാത്ത, ദൈവത്തെ ധിക്കരിക്കുന്ന, വഷളത്വം പ്രവർത്തിക്കുന്നവരെ അകറ്റി നിർത്തണം. പ്രമാണം വിട്ടു പ്രവർത്തിക്കുന്നവർ നകന്നിരിക്കണം. അല്ല അബദ്ധവശാൽ തമ്മിൽ വാക്കുകൾ കൊണ്ടോ പറയുണ്ടോ എന്തെങ്കിലും വന്നു പോയിട്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സമയം സൂര്യൻ പടിഞ്ഞാറ് ചായുന്നതിന് മുമ്പേ നമ്മൾ നിരന്നുകൊള്ളണം. പ്രതിയോഗി സ്വത്രം രാപ്പകൽ അപവാദം പറഞ്ഞ് നമ്മെ താഴ്ത്താൻ, നമ്മുടെ മറുപടികൾക്ക് തടയിടാൻ കഴിയുന്ന പ്രതിയോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തെയും പറഞ്ഞ് ദൈവത്തോടോ മനുഷ്യനോടും തീർക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിക്കണം. എപ്പോൾ കാഹളം ധ്വനിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. താട്ട് പെട്ടെന്ന് വായിച്ചേ. ഞാൻ അവിടെ വിവരിക്കുന്നില്ല, അവിടെ വിവരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ വിവരിക്കുന്നില്ല. എനിക്ക് അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാനങ്ങ് ഇരിക്കാം. വായിച്ചു.
ആ ഇസ്രായേലിന് അതിരിന് അതിനാ പ്രമാണവും ആചാരമൊക്കെ അവർക്ക് മാത്രമുള്ളെന്ന് പറഞ്ഞ ഒരു അതിര് കെട്ടി നിർത്തിയിരിക്കുക. പക്ഷെ അവരുടെ അതിരിനപ്പുറത്തേക്ക് ദൈവം വലിയവനാണ്. കാരണം സകല ജാതികളെയും രക്ഷിക്കുന്ന പദ്ധതി. ഇനി ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു നിർത്തുന്നു. പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് ബാക്കി ചിന്തിക്കാം. ഇനി അവർ പറഞ്ഞല്ലോ, എന്തോന്നിനാൽ നീ ഞങ്ങളെ കാണത്തക്കവണ്ണം വേണം സ്നേഹവും. സ്വർഗം തീരുമാനിച്ചു കാണിച്ചേക്കാം. ഇരുണ്ട കാലം കെട്ട് കഴിയുമ്പോൾ ദൈവം അയച്ചോട്ടൊരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വിരൽ ചൂണ്ട് കാണും. ആമേൻ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന എന്നിട്ടും പിടിയിട്ടില്ല. ആമേൻ. ഗത്സമനായിൽ കൂടെ ക്രൂശിലേക്ക് കയറി തകർന്ന് ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ സ്നേഹം ചോദിച്ച് ഇസ്രായേലിനെ യോഹന്നാൻ തന്നെ, സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചിട്ട് മനസ്സിലാകാത്തവനെ ശിഷ്യൻ യോഹന്നാൻ കൈക്ക് പിടിച്ചിട്ട് പറയാ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം. ഇസ്രായേലേ, നീ ചോദിച്ചില്ലേ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന എന്തോന്നിനാ ഞങ്ങൾ അറിയുമെന്ന്? ആമേൻ. പുത്രനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന് മാത്രമല്ല, ഒരു കണ്ണിനും ദയയില്ലാതെ വെറും പറമ്പിൽ കിടന്ന എന്നെയും നിങ്ങളെയും വരെ സ്നേഹം കാണിക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇഞ്ചിഞ്ചായി തകർന്നു വീണ, ഉറക്ക നിലവിളിച്ച ക്രൂശിൻ്റെ ചുവട്ടിൽ യഥാർത്ഥ സ്നേഹം പ്രത്യക്ഷമാകുകയാണ്. കൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത്രമാ സ്നേഹം ഇത്രമാ സ്നേഹം ഉയർകൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും. ഞാൻ നടത്തുന്നു. സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവ് ക്രൂശിൽ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഇനി മലാഖി പറഞ്ഞില്ലേ ഞാൻ മാറാത്തവനെന്ന്, ആ വാക്കും കൂടെ പറയുന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ മാറാത്തവനാണ്, നീ എന്നെ വിട്ട് മാറരുതേ. ഈ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ബന്ധിക്കപ്പെട്ട് നിത്യത വരെ വിശുദ്ധ ജീവൻ നയിക്കാൻ ദൈവം സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സമയനിച്ച് കർത്തൃദാസനോട് സഭയോട് നന്ദി പറയുന്നു. യഹോവയായ ദൈവം സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.